ഹല്ലേലൂയ. സന്തോഷമുള്ള കാര്യങ്ങളോ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം നിങ്ങളുടെ മുമ്പിലായിരിക്കും തകണം സർവ്വദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അവസരമൊക്കെ അദ്ദേഹത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഫാദർ ഇൻ ലോ പാസ്റ്റർ വൈ യോഹനാൻ, ഞാൻ പപ്പയെന്ന് വിളിക്കുന്നത്. പപ്പയ്ക്ക് കേരളത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദൈവസഭയാണ് ഈ ദൈവസഭ. എപ്പോഴും കേരളത്തിൽ വരുമ്പോൾ ഈ ദൈവസഭ കടന്നു വരും. ഞാൻ ഇന്ന് വരുമ്പോൾ, ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആരാധനയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് പപ്പയ്ക്ക് ഇത്ര ഇഷ്ടം. നിങ്ങളോടൊപ്പം ഞാൻ ആദ്യമായിട്ടാണ് ആരാധനയ്ക്ക് കടന്നു വരുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിലായിരിക്കും തക്കണം സ്വർഗ്ഗ ഇവിടെ ആക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നു ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന്? എത്ര പേര് വിശ്വസിക്കുന്നു? ആമേ ഹല്ലേലൂയ. ഇന്ന് ദൈവം പല ജീവിതങ്ങൾ ദൈവം തൊടും. ആമേ ഹല്ലേലൂയ. ദൈവത്തിന് അദൃശ്യമായ കരം, ആമേ ദൈവത്തിന് അദൃശ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഞങ്ങൾ ആസ് എ ഫാമിലി ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ രാജു പൂവക്കാൽ അങ്കിൾ ആൻഡ് ഫാമിലി, ഞങ്ങളുടെ ഫാമിലിയായിട്ട് വളരെയധികം സഹകരിക്കുന്ന ഫാമിലിയാണ്. ആൻഡ് എക്സ്പെഷ്യലി ജിബിൻ, പാസ്റ്റർ ജിബിൻ, ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിങ്ങനെ നാട്ടിൽ കടന്നു വരണമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും, ഈ ഞായറാഴ്ച ഇവിടെ കടന്നു വരാൻ ഇങ്ങനെ പറയാൻ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ ഉണ്ടാകാൻ തക്കണം സർവ്വദയം ഇടയാക്കി. ഞാനിവിടെ വന്നപ്പോഴാണ് പ്രൊഫസർ സാംസ്കറിയ സാറ് ഞാൻ കണ്ടത്. സാറിനെ ഓർത്ത് ഞാൻ അദ്ദേഹത്തെ സ്തുതിക്കുന്നു. അങ്ങനെ എനിക്കൊന്ന് പല ആൾക്കാരെയും എനിക്കൊന്ന് ഇത് കഴിയുമ്പോഴായിരിക്കും ഞാൻ പരിചയപ്പെടുന്നത്. പക്ഷെ ഒത്തിരി പേരെ കാണുവാൻ തക്കണം സർവ്വദയം ഇടയാക്കി. എനിക്ക് തന്നിരിക്കുന്ന ചില മിനിറ്റുകളിൽ ഞാൻ എൻ്റെ സാക്ഷ്യവും ദൈവം ഏൽപ്പിച്ച വചനം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് സലാല, ഒമാൻ എന്ന സ്ഥലത്താണ്. ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് വളരെയധികം അബ്നോർമാലിറ്റീസ് ഉണ്ടായിരുന്നു. ഒന്ന്, എനിക്ക് നേരെ സംസാരിക്കാൻ കഴിയത്തില്ല, കൊത്തയുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ നാട്ടിൽ വരുമ്പോൾ അന്ന് പഠിച്ച ഒരു പാട്ടാണ്, ആ കാലത്ത് ഏറ്റവും ഒരു ഹിറ്റായ ഒരു പാട്ടാണ്. ഞാൻ പാടി നടന്ന് എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. ഞാൻ പാടി നടന്ന് എൻ്റെ ദൈവം എന്നെ പോത്തുന്നു എന്നെ കാക്കുന്നു തൻ്റെ തിതഗതിയിൽ. ഒരിക്കലും പാടുന്ന പാട്ടുകളാകട്ടെ, ഒരിക്കലും പറയുന്ന വാക്കുകളാകട്ടെ, ഒരിക്കലും ക്ലിയറില്ല. ഒരു പ്രാവശ്യം ഒരു ടീച്ചർ എൻ്റെ ക്ലാസ്സിൽ വന്ന് 1 മിനിറ്റിന് സംസാരിക്കാൻ പറഞ്ഞു. ഒരു ടോപ്പിക് തന്നു, 1 മിനിറ്റിന് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ മുമ്പിൽ ചെന്ന് എനിക്ക് ആകെ കൂടെ ഗുഡ് മോർണിംഗ് അങ്ങനെ പറയും സംസാരിക്കാൻ തുടങ്ങി. ക്ലാസ്സിലുള്ള എല്ലാവരും പൊട്ടിച്ചരിച്ചു. ദാറ്റ് വാസ് മീ, അതായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ പലപ്പോഴും എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ അത് ഫൊർഗെറ്റ് അബൌട്ട് ദാറ്റ്. എനിക്ക് ഈവൻ ആളുകളുടെ അടുത്ത്, എൻ്റെ വീട്ടിൽ വരുന്ന ആളുകളുടെ അടുത്ത് പോലും സംസാരിക്കാൻ എനിക്ക് ഭയമായിരുന്നു. കാരണം ഈ ഒരു ഡിസബിലിറ്റി കാരണം. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രോബ്ലം. എൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എൻ്റെ അബ്ഡോമിനൽ വാസ് ബാഡ്ലി ഡെവലപ്ഡ്. എനിക്ക് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, ഡൈജസ്റ്റീവ് സിസ്റ്റം. എനിക്ക് ഭയങ്കര അധികം പെയിൻ, പലപ്പോഴും എനിക്ക് പെയിൻ ഉണ്ടാവാനിടയായിരുന്നു. എൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, എൻ്റെ വയറ്റിൽ ഭയങ്കര അധികം പെയിൻ. അത് കാരണം എനിക്ക് പലപ്പോഴും സ്കൂളിൽ പോകാൻ പറ്റാത്ത അനുഭവങ്ങളും, പലപ്പോഴും എൻ്റെ പേരൻസിനെ ടീച്ചേഴ്സൊക്കെ വിളിക്കുമായിരുന്നു. കാരണം ഒത്തിരി ലീവ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ പേരൻസൊക്കെ ഈ ടീച്ചേഴ്സൊക്കെ വിളിക്കുമ്പോൾ അവരെ ഇങ്ങനെ ടീച്ചേഴ്സ് ഇങ്ങനെ പറയും, യുവർ സൺ ഹാസ് ടേക്കൻ സോ മച്ച് ലീവ്സ് ആൻഡ് വി ക്യാൻ നോട്ട് do something, we could not do anything എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ പപ്പയും മമ്മിയുടെ ആ മുഖത്ത് ആ ഹെൽപ്ലെസ്നെസ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാലത്തൊക്കെ ഞാൻ അണ്ടർ വെയ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഇച്ചിരി ഓവർ വെയ്റ്റ് ആണ്. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ പപ്പയൊക്കെ അവിടെ സലാലാന്നപ്പോൾ അവിടുത്തെ കടയിലൊക്കെ പോയി ചോദിക്കാറുണ്ട് എൻ്റെ അളവിന് പറ്റിയ പാൻ്റ് ഉണ്ട്. കാരണം എൻ്റെ അളവിന് പറ്റിയ നോർമൽ ട്രൗസേഴ്സ് എനിക്ക് ഫിറ്റ് ആവത്തില്ല. ഐ വാസ് അണ്ടർ വെയ്റ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ്. എൻ്റെ തേർഡ് ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്തൊക്കെ വെള്ളപ്പാടുകൾ ആവാനിടയായി. ആൻഡ് വൈറ്റ് പാച്ചസ്, വെർട്ടിക്കലോ പോലത്തെ വെള്ളപ്പാടുകൾ, വൈറ്റ് ഫുൾ ഇങ്ങനെ വൈറ്റ് പാച്ചസ് ആയി. ആൻഡ് വൺ ആഫ്റ്റർ അനദർ ഓരോരോ കോംപ്ലിക്കേഷൻസ് ഇങ്ങനെ കടന്നു വരാൻ ഇടയായി. എൻ്റെ പപ്പയും മമ്മിയും വിശ്വാസത്തിൽ വരാൻ വൺ ഓഫ് ദ റീസൺ വാസ് എൻ്റെ ലൈഫിൽ ഒരു വ്യത്യാസത്തിന് വേണ്ടിയാണ്. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ദൈവം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരുടെ അടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പപ്പയും മമ്മയും വിശ്വാസത്തിലായതുകൊണ്ട് ഒരിക്കലും ഒരു ഗ്യാരൻറ്റി ഇല്ല നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നത്. നിങ്ങൾ കർത്താവുമായിട്ടൊരു ഇഫ് യു ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്, ദാറ്റ് ഈസ് വാട്ട് ടേക്സ് യു ടു ഹെവൻ. ഹല്ലേലൂയ. ആസ് എ യങ് ചൈൽഡ് ഞാൻ ഹീലിങ്ങിന് വേണ്ടി ദീർഘനാൾ ഞാൻ പ്രാർത്ഥിച്ചു.
എനിക്ക് പലപ്പോഴും എനിക്ക് ഇന്ത്യയിൽ നാട്ടിൽ വരാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം എൻ്റെ സ്വന്തം എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഈ കുടുംബയോഗം എന്ന് പറയുന്ന സംഭവം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവം. കാരണം എൻ്റെ സ്വന്തം എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഈ മറ്റുള്ള കസിൻസിന് മുമ്പാകെ അമ്മ കളിയാക്കുന്ന രംഗങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവർ പലപ്പോഴും പറയും പപ്പയും മമ്മിയും വിശ്വാസത്തിൽ പോയതുകൊണ്ടും എൻ്റെ ലൈഫിൽ ഒരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും കളിയാക്കുന്ന രംഗങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതേ രാത്രി തന്നെ എനിക്ക് വേറെ ഒരു കാര്യം ഓർമ്മയുള്ളത്. എൻ്റെ മമ്മി ഇങ്ങനെ ഇതെല്ലാം കേട്ട് മമ്മിയിൽ ഭയങ്കര വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ മമ്മി രാത്രി എന്നെ ഞങ്ങളുടെ ഫാമിലി പറയാം മമ്മി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വലിയ വായിൽ കരയുന്ന രംഗങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കരയുന്ന റീസൺ എന്താണെന്ന് ഞാൻ പലപ്പോഴും ചോദിക്കുന്നതോ ഒന്നും പറയാറില്ല. ഹല്ലേലൂയ, മമ്മിക്ക് തന്നെ അറിയത്തില്ല എന്തിനാ കരയുന്നത്. ഹല്ലേലൂയ, പലപ്പോഴും പല രാത്രികൾ കരയാറുണ്ട്. ഞാനൊക്കെ ചിലപ്പോൾ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഇടയ്ക്ക് 2 മണിക്ക് 3 മണിക്കൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഓരോ റൂം ഇങ്ങനെ ഇങ്ങനെ ഒരു ഹമ്മിങ് നോയ്സ് ഇങ്ങനെ കേൾക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹമ്മിങ് നോയ്സ് ഇങ്ങനെ കേൾക്കും. അങ്ങനെ ഞാനിങ്ങനെ ഓരോ റൂം ഞാനിങ്ങനെ തപ്പി നോക്കുമ്പോൾ ഒരു റൂമിനകത്ത് മമ്മി ഇങ്ങനെ മുട്ടുമേലിരുന്ന് തല ഇങ്ങനെ കുനിച്ച് വലിയ വാൽ കരയുന്ന രംഗങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മിക്ക് അതിന് ആൻസർ ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ ഒരു അലാറം ക്ലോക്കിൻ്റെ ആവശ്യമില്ല. കാരണം വെളുപ്പിന് 5 മണിക്ക് പപ്പ വലിയ അന്യഭാഷയിൽ ആരാധിക്കും. അന്ന് ഞാൻ പപ്പയോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ തലയ്ക്ക് വത്തായ കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? അന്ന് പപ്പ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മോനെ ഇതിൻ്റെ ഉത്തരം നിനക്ക് ഇന്ന് അറിയത്തില്ല, ഇതിൻ്റെ ഉത്തരം നിനക്ക് ഒരു നാൾ അറിയും. അതിൻ്റെ ഉത്തരമാണ് ഇന്ന് IPC പ്രയർ സെന്ററിൽ ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ഓ റിഖനബ ശംതോ റിഖന ദൂറ വൈഡ റഗ റബ ശംതറ അൽഖുറ ദൂറബ ശമ. ഒരു ശമൂവേൽ ബാലൻ എഴുന്നേൽക്കണമെങ്കിൽ ഒരു 100 അനുഭവം വേണം. ഒരു 100 അനുഭവം അങ്ങനെ കയറി വരുത്തണം. അതിനാണ് ദൈവം ചില പെനീനമാരെ എഴുന്നേൽപ്പിക്കുന്നത്. കാരണം നീ മുട്ടുമടക്കാൻ നീ ദൈവസന്നിധി സമയം ചെലവഴിക്കാൻ നീ ദൈവസന്നിധി സമയം ചെലവഴിക്കുമ്പോൾ നിനക്ക് മാത്രമല്ല ഒരു ബ്രേക്ക് ത്രൂ, നിന്റെ തലമുറമേ ദൈവത്തിന്റെ ഒരു വലിയ ബ്രേക്ക് ത്രൂ ദൈവം അയക്കുവാണ്. ഓ വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ റിഖനബ ശംതോ റിയറബ ശംതേ ശത്രു റിയറബ. ഇന്ന് ആത്മാവിൽ ഞാൻ പറയുവാണ്, തലമുറയുടെ മേലുള്ള ചില ശാപത്തെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കാണ്. റഖന ദുര റബ റബ ശംതേ സദുര റിഗന ദൂര വൈഡ റിഗന ദൂര. ചില പാരമ്പര്യ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ദൂര വൈഡ റബ ശംതോ റിയ റബ സതോ റിയ റബ റബ റബ. നെഗറ്റീവ് വാക്കുകൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് നെഗറ്റീവ് വാക്കുകൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് നിന്ദകൾ കേട്ടിട്ടുണ്ട്. എൻ്റെ സെയിം സ്കൂളിലൊക്കെ ആയിരുന്നു എൻ്റെ ഡിസ്റ്റൻറ്റ് കസിൻസ് റിലേറ്റീവ്സ്. പക്ഷേ അവരൊന്നും എൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും വരത്തില്ല. കാരണം എന്താ? They never wanted me to identify as their own. ഞാൻ അവരുടെ ബ്രദറാന്ന് പറഞ്ഞാൽ അവർക്ക് ലജ്ജയായിരുന്നു. നീ എവിടെ ഒറ്റപ്പെടുന്നു? നിന്നെ ഏത് ദേശത്ത് നിന്നെ ഒറ്റപ്പെടുത്തുന്നോ അതേ ദേശത്ത് സതുര റിയറബ ശംതോ റിയറബ ഓ റിയറബ ശബ്ദര റിയറബ ഓ റിയറബ ശബ്ദ. ഏത് സമൂഹത്തെ നിന്നെ തഴയുന്നോ, ഏത് സ്ഥലത്ത് നിന്നെ അകറ്റുന്നോ അതേ സ്ഥാനത്ത് തന്നെ നിന്നെ ഉയർത്താൻ എന്റെ ദൈവം ശക്തനാണ്. വലിയ ദൈവസ്ഥാനം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് അറിയത്തില്ല നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന്. ഞാൻ ദീർഘനാൾ ഞാൻ ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി ഇത് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഒത്തിരി അധികം ശാരീരികമായി ഐ വാസ് അബ്യൂസ്ഡ് ഇൻ മെനി വേസ്. ഹോമോസെക്ഷലി ഞാൻ 2 പ്രാവശ്യം ഞാൻ അബ്യൂസ്ഡ് ആയിരുന്നു. ആ അബ്യൂസ് കാരണം ഞാനൊരു ട്രോമ സ്റ്റേറ്റിൽ പോയി. എനിക്ക് ഭയമായിരുന്നു, ഫിയർ. എനിക്ക് ഈവൻ പഠിക്കാനാകട്ടെ, എക്സാം എഴുതാനാകട്ടെ, ഇറ്റ് വാസ് ഫിയർ, ഭയമായിരുന്നു. എനിക്ക് ഈവൻ എൻ്റെ റൂമിൽ പോലും പോകാൻ എനിക്ക് ഭയമായിരുന്നു. അത് കാരണം ഒത്തിരി അധികം അത് ഡീപ്പായി പല കാര്യങ്ങൾ ചെയ്യാനും അതെല്ലാം ഫെയിലായി.
ഞാൻ ഒത്തിരി ഡിപ്രസ്ഡ് ആയിരുന്നു. കാരണം ഞാൻ ഓർത്ത് മതി എന്നോർത്ത് ഞാൻ ഒത്തിരി ട്രൈ ഡൂയിങ് ലോട്ട് മെനി തിങ്സ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെള്ളിയാഴ്ച ഒരു ഗൾഫ് രാജ്യങ്ങൾ എല്ലാം ഇപ്പോഴാണ് UAE മാത്രമാണ് ഞായറാഴ്ച ആരാധന ഉള്ളത്. പക്ഷേ മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളെല്ലാം വെള്ളിയാഴ്ചയാണ് ആരാധന. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് അന്നത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് വാക്യം, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ഫോർ യു ആർ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. നിന്നെ അതിശയകരമായി ഭയങ്കരമായി അതെന്നെ വളരെയധികം സ്പർശിക്കാനിടേ. ഞാൻ പലപ്പോഴും ചർച്ചയിൽ പോകുമ്പോൾ അവിടുത്തെ അങ്കിൾ ആൻറ്റിമാർ അന്യഭാഷയിൽ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് രോഗസൗഖ്യമില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അങ്കിൾ ആൻറ്റിമാർ അന്യഭാഷയിൽ ആരാധിക്കുന്ന പോലെ എനിക്ക് ആരാധിക്കണം. ചെറിയ പൈതലായി, ഞാൻ അന്ന് എങ്ങാണ്ട് 9 വയസ്സെങ്ങാണ്ടുള്ളൂ, ചെറിയ പൈതലായി ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 6 മാസത്തോളം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ 1998 നവംബർ 6 ഞങ്ങൾ ചുരുക്കം ചിലരായി ഞങ്ങൾ കടന്നു വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ്, നീ എന്നെ നിറയ്ക്കാതെ ഐ വുഡ് നോട്ട് ലീവ് ദിസ് പ്ലേസ്. ഞാൻ ഇവിടുന്ന് പോകത്തില്ല. ഞാൻ ദീർഘനേരം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് വരെ അനുഭവിക്കാത്ത സമാധാനം, സന്തോഷം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ അന്ന് വരെ സംസാരിക്കാത്ത ഭാഷകളിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. മീറ്റിംഗ് ഒരു 2-3 മണിക്കൂറോളം നീണ്ടുപോയി. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന വ്യക്തികൾ മനസ്സിലാക്കിയ കാര്യമുണ്ട്: എൻ്റെ എല്ലാ അബ്നോർമാലിറ്റീസ് എൻ്റെ യേശു സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന യേശു ഇന്നും അത്ഭുതങ്ങൾ ചെയ്യാൻ ശക്തനാണ്. ഏത് രോഗമാകട്ടെ, ഏത് ഡിഫോമിറ്റി ആകട്ടെ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ടെസ്റ്റിമണിയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, എൻ്റെ സ്വപ്നം എൻ്റെ മാർക്സിനെക്കാട്ടും വലുതാണ്. ഒരു പ്രാവശ്യം ഒരു ടീച്ചർ എൻ്റെ ക്ലാസ്സിൽ വന്ന് ചോദിച്ചു, വാട്ട് ഡു യു വോണ്ട് ടു ബി ഇൻ യുവർ ലൈഫ്? എല്ലാവരും അവരവരുടെ ഇഷ്ടങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം. ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, എനിക്കൊരു പൈലറ്റ് ആവണം, എനിക്കൊരു എയറോനോട്ടിക്സ് എൻജിനീയർ ആവണം. ക്ലാസ്സിലുള്ളവരെല്ലാവരും പൊട്ടിച്ചിരിച്ചു. എൻ്റെ ടീച്ചർ പറഞ്ഞു, സുജിത്ത്, ആദ്യം നീ നിൻ്റെ എക്സാം പാസ്സാവുക, പിന്നെ നമുക്ക് വിമാനം ഓടിക്കുന്ന കാര്യം നമുക്ക് ചിന്തിക്കാം. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. എല്ലാവരും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന ആം എൻ എയറോനോട്ടിക്സ് എൻജിനീയർ ബൈ പ്രൊഫഷൻ. ഞാൻ എൻ്റെ എയറോനോട്ടിക്സ് എൻജിനീയറിങ് ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ എയറോനോട്ടിക്സ് എൻജിനീയറിങ് കഴിയുകയും HAL അവിടെ ഞാൻ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്ക് പപ്പ മമ്മി ഇപ്പോഴും ഒമാനിലാണ്. പപ്പയുടെ റെക്കമെൻഡേഷൻ ത്രൂ എനിക്ക് ഒമാനിൽ വർക്ക് ചെയ്യാൻ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം എനിക്ക് സ്പൈസ് ജെറ്റ് വർക്ക് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എയറോസ്പേസ് ഹയർ സ്റ്റഡീസിന് പോകാൻ എനിക്ക് വലിയ താല്പര്യമായിരുന്നു. സോ ഈ 3 എണ്ണത്തിൽ ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയി. ഇതിനകത്ത് ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? ഞാൻ ദൈവസ്ഥാനം ഞാൻ പ്രാർത്ഥിക്കാമെന്ന്, കർത്താവേ, വിച്ച് വൺ ഷുഡ് ഐ ചൂസ്? ഒരു സൺഡേ ആ ആഴ്ച എനിക്ക് പപ്പയെടുത്ത് എൻ്റെ ഫൈനൽ റിപ്ലൈ പറയണം. ഞാൻ ദൈവസ്ഥാനത്തിൽ പറയാം, ദൈവം ഒന്ന് പറയുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വിസ്പർ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഒമാനെയർ എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻറ്റോടെ നമുക്ക് പോകാമല്ലോ. ഗൾഫിൽ ജനിച്ച് വളർന്ന ഒരു പൈതലിനെ തിരിച്ചോ ഗൾഫിൽ പോകാൻ തന്നെയാണ് ആഗ്രഹം. സോ ഞാൻ ആ ഒരു ഇൻറ്റൻഷനോടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവം പറഞ്ഞു, നിന്നെ വിടുവിച്ചൊരു പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശം നിവൃത്തിയാക്കാൻ സമയമായി. ഞാൻ പറഞ്ഞു, കർത്താവേ, ഒരു പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കാണെങ്കിൽ ഞാൻ റെഡിയല്ല, ഐ ആം നോട്ട് ഫോർ ഇറ്റ്. ദൈവം എൻ്റെ അടുത്ത് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. നിൻ്റെ ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ സ്വപ്നമാണ്, ഇതിനുവേണ്ടി എൻ്റെ പേരൻസ് ഒത്തിരി കാശ് ചിലവഴിച്ചു, ഐ എം നോട്ട്, ഞാൻ ഇതിന് ഫോക്കസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. നിൻ്റെ സ്വപ്നമാണോ വലുത് അതോ എൻ്റെ ഹിതമാണോ വലുത്? അവിടെ നിന്ന് ഞാൻ തകർന്നു. ഞാൻ പറഞ്ഞു, കർത്താവ്, നിൻ്റെ ഹിതമാണ്, യോർ വിൽ ഈസ് ഗ്രേറ്റർ ദാൻ എനി ഓഫ് മൈ ഡ്രീംസ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഈ ഓഫേഴ്സ് എല്ലാം ഞാനിങ്ങനെ മുമ്പിൽ വെച്ചിട്ട് ഐ സെഡ് നോ ടു ദ വേൾഡ് ആൻഡ് ഐ സെഡ് യെസ് ടു ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ പഠിച്ചവർ, എൻ്റെ കൂട്ടുകാരെല്ലാം ഞാൻ മണ്ടനാന്ന് പറഞ്ഞു. എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം ഇപ്പോൾ ലുഫ്താൻസയും എമിറേറ്റ്സ്, ഞാൻ UAE ഈ പ്രാവശ്യം പോയപ്പോൾ എമിറേറ്റ്സിലും UAE എയർ ഡിഫൻസിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അവർ ഏൺ ചെയ്യുന്ന 1 month സാലറീസ് അറൗണ്ട് 6 lakh rupees, 6 ലക്ഷം രൂപയാണ് അവർക്ക് ഒരു മാസം അവർക്ക് കിട്ടുന്നത് മിനിമം.
പക്ഷേ ഞാൻ ഇന്ന് ഏകദേശം 15 വർഷമായി ഞാൻ സുവിശേഷ വേലയിൽ ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ അന്നും ഇന്നും പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഐ കൺസിഡർ ഡൂയിങ് ദ മിനിസ്ട്രി ആസ് ദ ഗ്രേറ്റസ്റ്റ് ജോയ് ആൻഡ് ആസ് ദ ഗ്രേറ്റസ്റ്റ് പ്രിവിലേജ് ദൻ എനി അതർ ജോബ് ഇൻ ദിസ് വേൾഡ്. സുവിശേഷ വേല മറ്റുള്ള ഏത് ജോലിയെക്കാളും ഞാൻ ശ്രേഷ്ഠമായി ഞാൻ എണ്ണുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ പൈതങ്ങളും ഓരോ ആൾക്കാരെ ഞാൻ ചാലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ തിരുവല്ല പട്ടണത്തിൽ ഏറ്റവും ബെസ്റ്റ് ബിസിനസ്മാൻ ആയിരിക്കാം, ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ ആയിരിക്കാം, ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയർ ആയിരിക്കാം, ബട്ട് നത്തിങ് കമ്പയർസ് ടു ബീയിങ് എ മിഷണറി ഓഫ് ഗോഡ്. ഇന്ന് ആര് ദൈവസന്നിധി സമർപ്പിക്കും? ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം ദൈവം നിങ്ങളുടെ അടുത്ത് ഹൃദയമായി സംസാരിക്കാൻ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഇവിടുത്തെ പ്രസംഗത്തെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ ഭാഷകളിങ്ങനെ പറയാനിടയായി. എക്സ്പെഷ്യലി യൂത്ത്സ് ആണ്. പക്ഷേ ഞാനൊരു യൂത്ത് ഫോക്കസ് മാത്രമല്ല, ചർച്ച് ഫോക്കസ് ആയിരിക്കും. അതോടൊപ്പം യൂത്ത്സും ഉണ്ട്, എല്ലാവരും ഉണ്ട്. സോ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നമുക്കിന്ന് ഒരുമിച്ച് ചില കാര്യങ്ങൾ പഠിക്കാം. അതിനോടൊപ്പം തന്നെ ദൈവം നിങ്ങളുടെ സംസാരിക്കുന്ന പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ പേന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, എഴുതാം. ആൻഡ് ചില കാര്യങ്ങൾ ദൈവം ഏൽപ്പിച്ച ചില ആലോചനകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ടോപ്പിക് ഇന്നത്തെ മീൽ വിത്ത് ജീസസ്. യേശുവായിട്ടുള്ള ഒരു അത്താഴം. 3 ഇൻസ്റ്റൻസസാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഭാഷകൾ എനിക്കൊരു സമയം തന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് ഏകദേശം ചില മിനിറ്റുകളായി. ഇനി കുറച്ച് 1 അവറിൽ ഇനി കുറച്ചും കൂടെ മിനിറ്റ്സ് ഉണ്ട്. സോ ഐ വിൽ ട്രൈ കംപ്ലീറ്റിംഗ് മോസ്റ്റ് ഓഫ് ഇറ്റ്. 3 കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ അതിനകത്ത് 2 എണ്ണമെങ്കിലും ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യേശു ചില ഭവനത്തിൽ അത്താഴത്തിന് വേണ്ടി പോയി. ആ അത്താഴത്തിന് പോയപ്പോൾ അവിടെ 3 കാര്യങ്ങളാണ് സംഭവിച്ചത്. ആ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ആദ്യത്തെ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 44 വരെയുള്ള വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 44 വരെയുള്ള വാക്യം. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. ശീമോനെ, നിന്നോടൊന്നും പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന്, ഗുരു, പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തൻ 2 കടക്കാർ വീട്ടിൽ ചെന്ന് അത് വായിക്കാവുന്നതാണ്. 42-44. വീട്ടുവാൻ അവർക്ക് വകയില്ലായകയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശീമോൻ പറഞ്ഞു. അവൻ അവനോട്, നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു. 44-ാമത്തെ വാക്യം വായിച്ചു. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഓക്കെ, താങ്ക് യു. യേശു നമ്മുടെ ഭവനത്തിൽ അത്താഴത്തിന് വേണ്ടി വന്നാൽ യേശു പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഫസ്റ്റ് തിങ് എന്താണെന്ന് പറയുക, നമ്മുടെ കുറവിനെ കാണിച്ച് ഹി പോയിന്റ്സ് ഔട്ട് വേർ വി ലാക്ക്. ഇവിടെ ശിമിയോൻ്റെ ഭവനത്തിൽ അവിടെ ചെന്നപ്പോൾ കർത്താവ് അവിടെ പോയിന്റ് ഔട്ട് ചെയ്തത് അവിടെ കുറവിനെയാണ് കാണിച്ചത്. അവിടെ കുറവ്. ആമേൻ. ശിമിയോൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്നത് അവൻ ധനികനായ നല്ല ഒരു പരീശനാണ്. അവൻക്കെല്ലാം ടിക്ക് മാർക്കാണ്.
ഹി മൈറ്റ് ബി സക്സസ്ഫുൾ, ഒരു റെസ്പെക്റ്റബിൾ ലീഡറാണ്, എല്ലാം കൊണ്ട് നല്ല ഒരു ആരാധനായ ഒരു വ്യക്തി, അങ്ങനെയൊക്കെ പറയാം. നല്ലൊരു വ്യക്തിത്വം, നമ്മൾക്ക് പല രീതിയിൽ നമുക്ക് പല ആൾക്കാരെ ഡിഫൈൻ ചെയ്യാനുള്ളൂ. എല്ലാം കൊണ്ട് നല്ലൊരാളാണ്. ആൻഡ് നിങ്ങൾക്കറിയാം, മിഡിൽ ഈസ്റ്റേൺ കൾച്ചർ അനുസരിച്ച് ഈ ഗൾഫിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ അറബ്സിൻ്റെ ഒക്കെ നമ്മൾ ഹോസ്പിറ്റാലിറ്റി അതൊക്കെ ഒരു പ്രാവശ്യം നമ്മളൊന്ന് വി ഷുഡ് ഗോ. അവർ പറയുന്നത് അവരുടെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് വെറും 1, 2, 3 കറിയിലല്ല. അവരെന്ന് പറഞ്ഞാൽ അവർ സാധാരണ തറയിലാണ്. ആ ഒരു ടേബിൾ പോലെ ഇങ്ങനെ തറയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഫുള്ളിങ്ങനെ ഡിഷസ് കൊണ്ട് ഇങ്ങനെ നിറച്ചിരിക്കും. മിഡിൽ ഈസ്റ്റേൺ കൾച്ചർ ഹോസ്പിറ്റാലിറ്റിക്ക് ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് ജൂയിഷ് കൾച്ചറാണ്. നമുക്കറിയാം, യേശു ഒരാൾ വരുമ്പോൾ ശിമോൻ എത്ര വളരെയധികം പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്താണ് ഇത് ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ ശുശ്രൂഷയിൽ വന്ന് ഏകദേശം 15 വർഷത്തോളമായി. ഞാൻ പഠിച്ച ഒരു കാര്യമാണ്, ഏത് വീട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. അത് കേൾക്കുമ്പോൾ അവിടുത്തെ അങ്കിളും ആൻറ്റിമാർക്ക്, എക്സ്പെഷ്യലി ആൻറ്റിമാർക്ക് അത് കേൾക്കുമ്പോൾ ഇച്ചിരി ഒരു സന്തോഷമാണ്. നമ്മൾ അവിടെ ചെന്നിട്ട്, ഉദാഹരണത്തിന് ഞാൻ ഇന്ന് ജിബിൻ്റെ വീട്ടിൽ പോകുക, ജിബിനും സ്നേഹം എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട്, എന്നിട്ട് ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് കുറവാണ്, ഇതിനകത്ത് ഇച്ചിരി എരിവ് കൂടുതലാണ് എന്ന് പറയുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ജിബിൻ മനസ്സിൽ ചിലപ്പോൾ പറയും, അങ്ങനെ ചിന്തിക്കത്തില്ല, മനസ്സ് പറയും സമയമില്ലാത്ത സമയത്ത് ഉണ്ടാക്കിയിട്ട് വി ലൈക്ക് അപ്രീസിയേഷൻ. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, പലപ്പോഴും എല്ലായിടത്തും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. നല്ല ഫുഡ്, അത് സൂപ്പർ ഫുഡ്. ഞാൻ പലപ്പോഴും പറയാറ്, ഈ ലോകത്തുള്ള എല്ലാ അങ്കിൾ ആൻറ്റിമാരുടെ സ്നേഹമാണ് നിങ്ങൾ ഈ ശരീരത്തിൽ കാണുന്നത്. നമ്മുടെ മലയാളി കൾച്ചർ അനുസരിച്ച് നമ്മൾ വേണ്ട എന്ന് പറയുമ്പോൾ അവർ കൂടുതലായിട്ട് ഇടും. ബട്ട് വെസ്റ്റേൺ ഫോറിനേഴ്സ് സായിപ്പിനടുത്ത് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അവർ പച്ചവെള്ളം പോലും തരത്തില്ല. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ അപ്രീസിയേഷൻ, ഞാൻ പലപ്പോഴും പല സ്ഥലത്ത് പല ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസിൽ ഞാൻ സുവിശേഷ വേല അനുബന്ധിച്ച് ഞാൻ പോയിട്ടുണ്ട്. സോ ഈ അപ്രീഷിയേറ്റ് ഞാൻ അതുകൊണ്ട് പലയിടത്തും എനിക്ക് ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ഞാൻ പഞ്ചാബിലൊരു ഫാസ്റ്റിംഗ് പ്രയറിന് എന്നെ വിളിച്ചത് 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ. അപ്പം ആദ്യത്തെ ദിവസം എല്ലാം ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞിട്ട് ഇവരെന്നെ ഇങ്ങനെ ഫുഡിൻ്റെ ഇങ്ങനെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, അപ്പം രാവിലെ എല്ലാം ഞാൻ രാത്രി മാത്രമേ കഴിക്കുന്നുള്ളൂ. സോ രാത്രി ഈ പഞ്ചാബി കൾച്ചർ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ഒരു ഹോസ്പിറ്റാലിറ്റിയാണ്. അവരിങ്ങനെ ദാലും റൊട്ടിയും ചോറും ചിക്കനും ഇതും എല്ലാം ഇങ്ങനെ ആ രീതിയിലാണ് നമ്മൾ സൽക്കരിക്കുന്നത്. രണ്ടാമത്തെ ദിവസം ചിക്കൻ മാറി രാത്രി മട്ടനായി. അപ്പം ഈ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഹോസ്റ്റ് പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ജി ആപ്കെ ലിയെ കൽ ഏക് സർപ്രൈസ്, നാളെ പാസ്റ്ററിന് വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറയാം. അപ്പം ഞാൻ പറഞ്ഞു, ക്യാ സർപ്രൈസ്? ഇനി പോത്ത്, കാരണം പഞ്ചാബിൽ പോത്ത് കിട്ടത്തില്ല, അപ്പോൾ ഇനി പോത്ത് വല്ലതായിരിക്കുമോ എന്തുമായിരിക്കും? കൽ ലാസ്റ്റ് സെഷൻ ദോപ്പർ മീൻസ് ഉച്ചയോടെ എൻ്റെ സെഷൻ തീരുവാണ്. സോ ആപ്കെ ലിയെ വിശേഷ് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടത്. ഞാൻ ആകെ കൂടെ സർപ്രൈസ് ഇനി എന്തോ ആയിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ട് വണ്ടിയിലെല്ലാം വരുമ്പോൾ ഈ പാസ്റ്റർ അങ്കിൾ പറയാണ്, പാസ്റ്റർ ജി ആപ്കെ ലിയെ വിശേഷ് സർപ്രൈസ് റക്കാ. ഞാൻ അവിടെ എത്തിയപ്പം ഈ ഡൈനിങ് റൂമിൽ ഞങ്ങൾ ചെന്നു. ഡൈനിങ് റൂമിൽ അവിടെ ചെന്നപ്പോൾ എല്ലാം ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുക. ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാം ഇങ്ങനെ തുറന്ന് വെക്കുക. ഒരു ഡിഷ് മാത്രം ഇങ്ങനെ തുറക്കാതെ ഇങ്ങനെ മൂടി വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ജി ഏ ക്യാ ഹേ? അപ്പോൾ അവിടുത്തെ പാസ്റ്റർ ജി പറയാം, പാസ്റ്റർ ഏ ഹേ ആപ്കെ ലിയെ സർപ്രൈസ്, ഇതാണ് പാസ്റ്ററിന് വേണ്ടിയുള്ള സർപ്രൈസ്. ഞാൻ പറഞ്ഞു ടീക്ക് ഹേ. അപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞു, ആപ് ഖോലിയെ എന്ന് പറഞ്ഞു, തുറക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉസ്കാ സറൂർ നെയ്യ്, ഹം സബ് മിൽക്കെ ഖായെങ്കെ. നെയ് ആപ് ഖോലിയെ, ഞാൻ തുറക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടീക്ക് ഹേ. ഞാനിത് തുറന്ന് നോക്കിയപ്പം ഒരു ഫുൾ സൈസ് മീൻ, അതിന് കണ്ണ് തുറന്ന് ഇങ്ങനെ നേരെ എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ഒന്നാമത്തെ കാര്യം, എനിക്ക് മീൻ പറഞ്ഞ സംഭവം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ആരെങ്കിലും എന്നെ വീട്ടിലോട്ട് വിളിക്കുക, എനിക്ക് മീൻ ഇഷ്ടമല്ല. അപ്പം അതിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്ക് ഈ പാസ്റ്റർ ഇങ്ങനെ പറയാന്ന്, പാസ്റ്റർ ജി ആ ലേലിയ. ഞാൻ പറഞ്ഞു നെയ് മേം ബാത് മേ ലൂംഗാ സബ്, എല്ലാവരും. അപ്പോൾ ആ പാസ്റ്റർ പറയാം, പാസ്റ്റർ ജി മേരി ബേട്ടി, അതായത് എൻ്റെ മോള് ഇന്നലെ യൂട്യൂബിൽ നോക്കി, കാരണം നീ കേരളത്തിൽ നിന്ന് വന്ന ആളാണ്, അതുകൊണ്ട് യൂട്യൂബിൽ നോക്കി ഹൗ ടു മേക്ക് കേരള ഫിഷ് കറി, അത് നോക്കി ഉണ്ടാക്കിയ ഫിഷ് കറിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബടിയ, പക്ഷേ ഇതെങ്ങനെ കഴിക്കും? ഇത് ഞാൻ അവരിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവർ പറഞ്ഞു ഇത് മൊത്തം കഴിക്കണം എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു नहीं എനിക്ക് ഇച്ചിരി പോഷൻ नहीं इधर कोई भी नहीं खाएगा ആരും കഴിക്കുന്നത് ഇത് आपको पूरा ये खाना है ഞാൻ പറഞ്ഞു പാസ്റ്റർ ജി പ്ലീസ് ഞാൻ അതിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്ത് ഞാനിങ്ങനെ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ വായിലെടുത്തപ്പോൾ നല്ലൊരു സുഗന്ധം അത് അടിച്ചപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് വന്നു ഒന്നെങ്കിൽ ഇത് ശരിക്കും കഴുകിയിട്ടില്ല അല്ലെങ്കിൽ രണ്ടാമത്തെ ഇത് കേടായ മീന പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അത് കഴിച്ചു ഞാൻ പറഞ്ഞു നല്ല ബടിയാക്കാന ഞാൻ എങ്ങനെയോ അത് കുറച്ച് ഞാൻ കഴിച്ച് ഞാൻ റൂമിൽ പോയി എനിക്ക് വളരെയധികം ഹെൽത്ത് ഐ ഫെൽറ്റ് നോട്ട് റൈറ്റ് ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ അവിടുത്തെ അവരെനിക്ക് റൂം വന്നിട്ടുണ്ടെന്നു ആ റൂമിൽ ചെന്ന് ഞാൻ ഇങ്ങനെ ഛർദ്ദിക്കാൻ തുടങ്ങി പാസ്റ്റർ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു എൻ്റെ തബിയത്ത് എൻ്റെ ഹെൽത്ത് അത്രയും നല്ലതല്ലെന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ജി വിളിച്ച് ചോദിക്കുകയാണ് പാസ്റ്റർ ജി ക്യാ ഹുവാ എന്ത് പറ്റി ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് അത്രയും ഇവിടുത്തെ ക്ലൈമറ്റ് കാരണം എനിക്ക് അത്രയും പറ്റിയില്ല അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോഴത്തേക്ക് പാസ്റ്റർ പറയാം തോടെ ഓർ മച്ചിക്കറി മേ ബേജു ഞാൻ കുറച്ചും കൂടെ മീൻ കറിയോ ഞാൻ പറഞ്ഞു നെയ് ചെയ്യേ അപ്പോൾ ആ പുള്ളിക്കാരൻ ചോദിച്ചു എന്താ ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞു ഇല്ല അമ്മ സൂപ്പറാണ് എൻ്റെ ജീവിതത്തിൽ മേരെ ജിന്ദഗിയുമേ ഇത്തനാ ബടിയ മച്ചിക്കറി മേരെ ജിന്ദഗിയുമേ നെയ്ക്കായ ഞാൻ പെട്ടെന്ന് ഒരു വേറൊരു ഡിസ്റ്റൻസ് കൂടെ ആസാമിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ആസാമിൽ ഞാൻ ഏകദേശം ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു അവിടെ ഞാൻ പല സ്കൂൾസും കോളേജസും ചർച്ചസിലെല്ലാം മീറ്റിങ്സ് എല്ലാം ഇങ്ങനെ പോകുന്നു അങ്ങനെ പോയി ഒരു മലയാളി അങ്കിൾ കണ്ടു ആ അങ്കിളെ കണ്ടപ്പോൾ എനിക്കൊരാശ്വാസം ആസാമിൽ എന്ന് പറഞ്ഞാൽ ഫുഡ് ഇസ് അൺബെയറബിൾ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല ആസാമിലെ ഫുഡ് അവിടെ ഞാൻ ഈ അങ്കിൾ ഞങ്ങളെ വീട്ടിൽ വിളിച്ചു മലയാളി അങ്കിളെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം നേരെ അങ്കിളുടെ വീട്ടിൽ ചെന്നു ആ അങ്കിൾ കല്യാണം കഴിച്ചിരിക്കും നോർത്ത് ഈസ്റ്റ് ഏരിയയാണ് ഞങ്ങളവിടെ ഫുഡിന് വേണ്ടി ചെന്നു അവിടെ ചെന്നപ്പോൾ ചോറുണ്ട് സാമ്പാറുണ്ട് ഈ നോർത്ത് ഈസ്റ്റ് ചേച്ചി ചോറും സാമ്പാറും ചിക്കനും അവിയലും തോരനും ഇറച്ചിയും ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി ഞങ്ങളിത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഞങ്ങൾ ടീമിലുള്ള എല്ലാവരും ശരിക്കും കഴിച്ചു അപ്പം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടിക്കകത്ത് കയറി ഇരുന്നപ്പോൾ ഈ പാസ്റ്റങ്ങൾ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന് ഫുഡ് ഞാൻ പറഞ്ഞു സൂപ്പർ ഫുഡ് എത്ര നാൾക്കുണ്ടോ അടിപൊളി ഫുഡ് നല്ല ഫുഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് ഞാൻ പറഞ്ഞു നല്ല ഫുഡായിരുന്നു സൂപ്പർ ഫുഡ് മൂന്നാമത്തെ തവണ 1 മണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചപ്പോൾ എനിക്ക് യേശുവും പത്രോസ് തമ്മിലുള്ള സംഭാഷണം പോലെ എനിക്ക് കുച്ച് തോ ഗഡ്ബഡ് ഹേ ഞാൻ ചോദിച്ചു നല്ലതായിരുന്നു ചോറ് നല്ലതായിരുന്നു സാമ്പാർ നല്ലതായിരുന്നു ചിക്കൻ നല്ലതായിരുന്നു തോരൻ നല്ലതായിരുന്നു ആ ഇറച്ചി ഇച്ചിരി ഡിഫറെൻ്റ് ആയിരുന്നു അത് ഏതായിരുന്നു പോത്തായിരുന്നോ പശു ആയിരുന്നു അത് ഇച്ചിരി ഡിഫറെൻ്റ് ആയിരുന്നു അപ്പം ആ അങ്കിൾ പറയുന്നു പോത്തുമല്ല പശുവല്ല അത് പട്ടി ഇറച്ചിയായിരുന്നു ഇത് കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള ടീം മെമ്പേഴ്സ് എല്ലാം ഇങ്ങനെ ഓർഗാനിക് ഇങ്ങനെ ആ രീതിയിൽ പോയി ഞാൻ എല്ലാവരും ടീം മെമ്പേഴ്സും കാണിക്കുന്നു അപ്പോഴത്തേക്ക് അങ്കിൾ പറയാം മോനെ അവൾക്ക് സമയമില്ലാത്തതുകൊണ്ട് സമയം ഉണ്ടായിരുന്നെങ്കിൽ ആ പട്ടിയെ പിടിച്ച് കൊന്ന് അതിൻ്റെ കുടലെടുത്ത് അതിനെ ബോയിൽ ചെയ്ത് അത് ക്ലീനാക്കി ബോയിലാക്കി അതിനകത്ത് ചോറും സ്പൈസസ് ഇട്ട് അതിനെ വറുത്ത് അതാണ് ഗസ്റ്റിന് ഞങ്ങൾ കൊടുക്കുന്നത് ഞാൻ പറയാം സമയമില്ലാത്ത നന്നായി അൺഫേവറബിൾ സിറ്റുവേഷൻസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഷിമിയോൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇതാണ് ഈ കർത്താവിന് കൊടുത്തത് പക്ഷേ ഞാൻ പറയട്ടെ ഒരു ജൂയിഷ് കൾച്ചർ അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു അതിഥി കടന്നു വരുമ്പോൾ അവിടുത്തെ ഉടമസ്ഥൻ ചെയ്യേണ്ട ആവശ്യമില്ല അതിനു വേണ്ടിയാണ് ചില സ്ലേവ്സിന് വെച്ചിട്ടുള്ളത് ചില സെർവൻസിന് വെച്ചിട്ടുള്ളത് അവരുടെ ജോലിയാണ് ചെയ്യേണ്ടത് പക്ഷെ ദൈവം കർത്താവായ യേശുക്രിസ്തു ആ കുറവിനെ എടുത്ത് കാണിക്കുന്നത് ഇന്ന് ദൈവസന്നിധി വരുമ്പോൾ നിങ്ങൾ 4ാം തലമുറ വിശ്വാസിയായിരിക്കും നിങ്ങൾ വലിയ പാപങ്ങൾ ഒന്നും ചെയ്തില്ലായിരിക്കാം പക്ഷെ ഹല്ലേലൂയ നിങ്ങൾ കള്ളം പറയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിങ്ങൾ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇന്ന് ദൈവം ചില നമ്മൾ വിചാരിക്കുന്ന ചില മൈനറായിട്ടുള്ള പാപങ്ങൾ അതാണ് ദൈവം എടുത്ത് ചൂണ്ടിക്കാട്ടുന്നത് ഹലോ ഹല്ലേലൂയ ആ സ്ലൈഡ്സ് ക്യാൻ വി ജസ്റ്റ് റൺ ദ സ്ലൈഡ്സ് പ്ലീസ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് കൗണ്ടർഫീറ്റ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞൊരു വലിയൊരു ഇതാണ് ഈ കൗണ്ടർഫീറ്റ് ക്രിസ്ത്യാനിറ്റി ക്യാൻ വി ഹാവ് ദ സ്ലൈഡ് പ്ലീസ് കൗണ്ടർഫീറ്റ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്ലൈഡ് അതായത് പല ഈ വലിയ ഷൂ കമ്പനീസും ബ്രാൻഡ് കമ്പനീസിനും എല്ലാം ഇങ്ങനെ നൈക്കിയോ അഡിഡാസോ പറഞ്ഞ അങ്ങനത്തെ ബ്രാൻഡ് കമ്പനീസ് ദ പ്രീവിയസ് സ്ലൈഡ് അങ്ങനത്തെ പല കമ്പനീസ് ഉണ്ട് ഈ അഡിഡാസ് പറഞ്ഞ ഷൂ അതിന് ചിലപ്പോൾ 5000-6000 രൂപയായിരിക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് ഫസ്റ്റ് ക്വാളിറ്റിക്ക് ഒറിജിനൽ സംഭവത്തിന് 5000 ആണെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ വെറും 2500 ആയിരിക്കും അതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് 1000 രൂപ
പിന്നെ തേർഡ് ക്വാളിറ്റി, പിന്നെ ഒരു ക്വാളിറ്റി ഇല്ലാതെ അഡിബാസും അബിബാസും ആയിട്ടുള്ള പല ബ്രാൻഡ്സും ഉണ്ട്. ഈ കാലത്ത് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ക്രിസ്ത്യ കോളത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നത്, നമ്മൾ ഇവിടെ വരുമ്പോൾ ഇതെല്ലാം നല്ലതാണ്, എല്ലാം വെള്ളമിട്ട് വരുന്നത് നല്ലതാണ്, അത് നമ്മൾ ചെയ്യണം. പക്ഷേ ഹല്ലേലൂയ 1 ശമൂവേൽ 16:7 എഴുതിയിട്ടുണ്ട്, ദൈവം പുറമേ ഉള്ളതല്ല, ദൈവം നിന്റെ ഹൃദയത്തെ നോക്കുന്നു. ഇതെല്ലാം നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. ഹല്ലേലൂയ, ദൈവം നോക്കുന്നത് നിന്റെ ക്യാരക്ടറാണ്. ഹലോ, ഞാൻ കഴിഞ്ഞ ആഴ്ച പാസ്റ്റങ്ങളുടെ മെസ്സേജ് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ശമരക്കാരി സ്ത്രീയെക്കുറിച്ചായിരുന്നു പാസ്റ്റങ്ങൾ സംസാരിച്ചത്. സോ എനിക്കും അതിനെ സിങ്ക് ചെയ്ത് തന്നെ പോകണം. കാരണം ഞാൻ ഇവിടെ വന്ന് വേറെ വല്ലതും പറഞ്ഞു, നോ, ഐ വോണ്ട് ടു ബി ഇൻ ദ സിങ്ക്, ഐ വോണ്ട് ടു ബി ഇൻ ദ സെയിം പാറ്റേൺ. നമ്മുടെ കുറവിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതാണ് കർത്താവ്. ക്യാൻ വി ഗോ ടു ദ നെക്സ്റ്റ് ലൈൻ? കൗണ്ടർഫീറ്റ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മൾ ആത്മീയ എന്ന് കാണിക്കുകയും പക്ഷെ നമുക്ക് അതിൻ്റെ ആയിട്ട് ഒരു 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 ലക്ഷണം പോലുമില്ല. വാട്ട് ഈസ് കൗണ്ടർഫീറ്റ് ക്രിസ്ത്യാനിറ്റി? വൺ, വെൻ യു ഹാവ് സീക്രട്ട് സിൻസ്. എക്സ്പെഷ്യലി എല്ലാവരോടത്തും പറയാൻ ആഗ്രഹിക്കുന്നത്, യൗവനക്കാർ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യ പാപം ഉണ്ടെങ്കിൽ നിങ്ങൾ കപട ഭക്തിക്കാരാണ്. ഇന്ന് നമ്മുടെ മുന്നിൽ തിരുമേശയുണ്ട്. ഇന്ന് നമ്മൾ പാസ്റ്റർമാർ പലപ്പോഴും പറയും നമ്മുടെ രഹസ്യത്തിൽ എന്തെങ്കിലും പാപം ഏറ്റു പറയാൻ വേണ്ടി. ഇന്ന് നമ്മുടെ കൊടുക്ക വാങ്ങയിൽ നമ്മൾ ദൈവത്തിന് യോജിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഹല്ലേലൂയ ഈ നിമിഷം ദൈവസന്നിധി നീ സമർപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. when you have secret sins in your life. രണ്ട് എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ, when you can't talks Christianity but does not know God. വിശ്വാസത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ പറയും, പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവരും ദൈവമായിട്ട് ഒരു ബന്ധമില്ല. ചിലർ അങ്ങനെയാണ്, ആത്മീയതയെക്കുറിച്ച് ഭയങ്കരമായിട്ട് പറയും, പക്ഷേ അവരും ദൈവമായിട്ട് ഒരു ബന്ധമില്ല. നെക്സ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് when you can't love and forgive one another. നിങ്ങൾക്ക് അന്യോന്യം നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയത്തില്ലെങ്കിൽ, നിങ്ങൾക്ക് അന്യോന്യം ക്ഷമിക്കാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് കർത്താവ് തന്നെ പറയുന്നത് ലവ് വൺ അനദർ. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ലവ് യുവർ എനിമീസ്. വേറെ ആരും പറഞ്ഞിട്ടില്ല, കർത്താവ് യേശുക്രിസ്തു ലവ് യുവർ എനിമീസ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹലോ, നിങ്ങൾ എൻ്റെ കൂടെയാണോ? നിങ്ങൾക്ക് ആർക്കും ക്ഷമിക്കാൻ കഴിയത്തില്ലെങ്കിൽ, ഇപ്പോഴും പക വെച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടാനുള്ള സമയമാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ പാസ്റ്റങ്ങൾ പറഞ്ഞ പോലെ 34 35 ഇപ്പം ഞാൻ പറയട്ടെ, മരണം ഒരു വളരെയധികം യാഥാർത്ഥ്യമായിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രായം ഒരു ബാരിയർ ഇല്ലാതെയാണ് മരണം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഇവിടുന്ന് വിട്ടു പോകുമ്പോൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തെ മുഖാമുഖമായി കാണുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഇങ്ങനത്തുള്ള ചില നിസ്സാര പാപങ്ങൾ നിമിത്തം ഇന്ന് ഈ ആരാധന നമ്മളൊന്ന് ശുദ്ധീകരിക്കുന്ന ഒരു ആരാധനയായി മാറട്ടെ. പലപ്പോഴും നമ്മൾ ഇവിടെ വരുമ്പോൾ അന്യഭാഷയിൽ ആരാധിക്കും, പുറത്തെല്ലുമ്പോൾ ടോട്ടലി ഡിഫറെൻറ്റ്. ഒരിടത്ത് ഒരു അങ്കിളും ആൻറ്റി അവിടുത്തെ നല്ലൊരു ആരാധന കഴിഞ്ഞ്, അങ്കിളും ഇങ്ങനെ പാട്ട് പാടുന്ന വർഷിപ്പ് ടീമിലുള്ള അങ്കിള്, നല്ല ആരാധന കഴിഞ്ഞ് തിരിച്ച് ഇങ്ങനെ വണ്ടിക്കകത്ത് ഇങ്ങനെ കയറി, ആങ്കിളും ആൻറ്റി തമ്മിൽ എന്തോ ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്കിളും ആൻറ്റി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് വോളിയം അങ്ങ് ഇൻക്രീസ് ആവാൻ തുടങ്ങി. വോളിയം ഇൻക്രീസ് ചെയ്തപ്പം അവർക്ക് ഒരു മോനുള്ളത്, ആ മോനാണെങ്കിൽ ഇങ്ങനെ ടെന്നീസ് മാച്ച് കാണുന്ന പോലെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മോൻ ഇങ്ങനെ ഇടയ്ക്ക് കയറിയിരുന്നു, പപ്പ നിർത്ത്, എന്തുവാ ഇങ്ങനെയൊക്കെ, പ്ലീസ് സ്റ്റോപ്പ് ദിസ് ടോപ്പിക്. അപ്പോഴത്തേക്ക് പപ്പ മിണ്ടായ പുറകില്ല. വീണ്ടും ഇങ്ങനെ സംസാരിക്കും. കുറച്ച് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പെട്ടെന്ന് ഒരു സൈലൻസ്. അപ്പോൾ മോൻ കഴിഞ്ഞു, ഇതോടെ തീർന്നു. അപ്പോഴത്തേക്കും പിക്ചർ ബാക്കി ഹേ, ഇത് വെറും തുടക്കമായിരുന്നു. വീട്ടിൽ കയറിയപ്പം
ഈ അങ്കിൾ ഇങ്ങനെ കുറ്റിയിട്ടു. അങ്കിൾ ഇങ്ങനെ നേരെ ഈ മോനോട് തിരിഞ്ഞ് ഹൗ ഡെയർ ഈ ആൻറ്റി അടുത്ത് ഹൗ ഡെയർ യു ടോക്ക് ടു മീ ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് വളരെയധികം ഹാർഷായി സംസാരിക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അന്യായ വേറെ വേറെ വാക്കുകളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി. മോൻ ഇത് സഹി കെട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കയറി പപ്പ മമ്മി ഒന്ന് നിർത്ത്, പപ്പ മമ്മി നിർത്ത്. ഇങ്ങനെ കയറിയപ്പോൾ ആ അങ്കിൾ നല്ല ജോഷിലായിരുന്നു. അങ്കിൾ എന്ത് ചെയ്തു, നേരെ ഇവനെ ഇങ്ങനെ അങ്ങ് ഭിത്തിയിലോട്ട് അങ്ങ് ഉന്തിയിട്ടു. ഭിത്തിയിലോട്ട് ഉന്തിയിട്ടപ്പോൾ അവൻ ഭിത്തിയിൽ അവൻ്റെ തലയിടിച്ചും അവൻ താഴെ വീണു. അവൻ താഴെ വീണപ്പോൾ ഈ ഷോക്കേസ് അതിനടുത്തുണ്ടായിരുന്നു. ആ ഷോക്കേസിൽ ഈ അങ്കിളിൻ്റെ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. വീണപ്പോൾ ഈ ഫോണും കൂടെ വീണത്. ഇവനിക്ക് ദേഷ്യം വന്നിട്ട് ഇവൻ എന്ത് ചെയ്തെന്ന് പറയും, പപ്പയുടെ ഫോൺ അങ്ങ് അൺലോക്ക് ചെയ്തിട്ട് നേരെ ചർച്ചിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോയിട്ട് ഈ പറയുന്നതെല്ലാം അങ്ങ് റെക്കോർഡ് ചെയ്തു. അവിടുത്തെ സഭയിലെ വിശ്വാസികൾ ഓർത്തു, വർഷിപ്പ് ലീഡർ പുതിയൊരു പാട്ട് അയച്ചത്. അവിടുത്തെ ഒരു അങ്കിൾ പറഞ്ഞത്, വെറും ഒരു 10 സെക്കൻഡ് മാത്രം കേൾക്കാൻ പറ്റിയുള്ളൂ. അത് കേട്ടു, ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങളത് ഡിലീറ്റ് ചെയ്തു. ഹൂ ആർ യു? ഈ 3 മണിക്കൂർ ഇവിടെ നിൽക്കുന്ന ആത്മീയത അല്ല ആത്മീയത. നമ്മുടെ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഹല്ലേലൂയ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ശൈലി. ഇവിടുന്ന് എക്സിറ്റ് ആകുമ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ആരാധന. ഇവിടെ വന്ന് കൈയടിക്കുന്നതും ഇവിടെ വന്ന് അന്യഭാഷയിൽ ആരാധിക്കുന്നതും അതെല്ലാം പാട്ടാണ്. നിന്റെ ജീവിതം ഒരു ആരാധനയായി മാറണം. നീ സംസാരിക്കുന്നത് അതൊരു ആരാധനയായി മാറണം. ഹല്ലേലൂയ. നിന്റെ കൊടുക്ക വാങ്ങൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി മാറണം. ഹല്ലേലൂയ. So can we go to the next slide? നമുക്ക് വളരെ സുപരിചിതമായ 2 തിമോത്തി 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള അത് നമ്മുടെ ഒരു ചെക്ക് ലിസ്റ്റാണ്. അതിനകത്ത് ഇങ്ങനെയാണ്, at the end days people would be lovers of themselves. അതിൻ്റെ ലാസ്റ്റ് ഇങ്ങനെയാണ് എഴുതിക്കുന്നത്, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നു. Lovers of themselves, lovers of money, ദിവ്യാഗ്രികൾ, നന്ദി കെട്ടവർ. അതൊക്കെ നമ്മുടെ പൗലോസൊക്കെ പറഞ്ഞുകൊണ്ട് നന്നായി. നമ്മളൊക്കെ പറയുവാണെങ്കിൽ ഈ ഏഷ്ണി ചില ആൾക്കാർക്കുണ്ട്. ഫോൺ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ആളെ കുറിച്ച് പറഞ്ഞ് നിർത്ത്. ഇതൊക്കെയാണ്. നമ്മൾ വലിയ കൊലപാതകമൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും യഥാസ്ഥാനപ്പാണെന്നുണ്ടെങ്കിൽ ടുഡേ ദിസ് ഇസ് യുവർ ടൈം. ഡിസോബീഡിയൻറ്റ് ടു പേരൻസ്, ആ ഒരു കാര്യമാണ് എനിക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ കാലത്ത് ഏറ്റവും അധികം ബ്രോക്കൺ റിലേഷൻഷിപ്പ് വിത്ത് പാരൻസ്. ഞാൻ ഈയിടയ്ക്ക് നടന്നൊരു സംഭവമാണ്. പെട്ടെന്ന് ഒരു ആൻറ്റി ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഈ ആൻറ്റി ആ വീട്ടിലെ കോർണറിൽ ഇങ്ങനെ കിടക്കുക. ബ്ലഡാണ്, ഫുൾ ബ്ലഡ്. ആ ഓടിച്ചെന്നു, ആൻറ്റി എന്ത് പറ്റി, ആരാ ആക്രമിച്ച്, എന്ത് പറ്റി, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം. ആൻറ്റി പറഞ്ഞു നോ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആൻറ്റി യു ആർ ബ്ലീഡിങ്, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. നോ കുഴപ്പമില്ല, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, പാസ്റ്റർ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആൻറ്റി ആരാ ഇത് ചെയ്തെന്ന് ചോദിച്ചു. അപ്പം ആൻറ്റി പറയാ, അവർക്ക് ഒരേ ഒരു മോളുള്ളൂ. ആ മോള് ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. അതിൻ്റെ ഒരു വാക്കേറ്റമുണ്ട്, ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായി. മോൾക്ക് ദേഷ്യം വന്നിട്ട് എന്താ ചെയ്തെന്ന് പറഞ്ഞത്, ഇത് വിശ്വാസി കുടുംബത്തിൽ നടന്ന കഥയാണ്. മോൾക്ക് ദേഷ്യം വന്നിട്ട് എന്താ ചെയ്തെന്നറിയോ, അമ്മയുടെ കഴുത്തിന് പിടിച്ച് നേരെ ഭിത്തിയിലോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് 2 പ്രാവശ്യം അടിവയറ്റിൽ ചവിട്ടി. 2ാമത്തെ തവണ ചവിട്ട് കഴിഞ്ഞപ്പോൾ ബ്ലഡ് സ്റ്റാർട്ടഡ് ടു ബ്ലീഡ്. എന്നിട്ട് അവിടെ കിടന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ മോൾ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പറയാ, അവൾ ആ റൂമിൽ അവനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഉണ്ടായിരുന്ന ആ ദേഷ്യം ഞാൻ പലപ്പോഴും പറയാറുള്ള സ്റ്റേറ്റ്മെൻ്റാണ്, ലവ് യുവർ പേരൻസ് വെൻ ദേ ആർ അലൈവ്. പല പിള്ളേരും പറയാറുണ്ട്, എനിക്ക് എൻ്റെ പപ്പയും മമ്മി ഇഷ്ടമല്ല, എനിക്ക് പപ്പയും മമ്മി വേണ്ട. ദിസ് ഇസ് വൺ ഓഫ് എ ഫേമസ് കോട്ട്, നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ലവ് യുവർ പേരൻസ് ആൻഡ് ട്രീറ്റ് ദം വിത്ത് ലവിങ് കെയർ, for you will only know their value when you see their empty chair.
നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പപ്പയും മമ്മിയും അവർ ഇരിക്കുന്ന കസാര ഒരു നാൾ വരും, ആ കസാര മാത്രം കാണത്തുള്ളൂ, ആ വ്യക്തി കാണത്തില്ല. അന്ന് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. ഇന്ന് നിങ്ങൾ മാതാപിതാക്കളായിട്ട് നല്ല റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇത് യഥാസ്ഥാനപ്പെടുന്ന സമയമാണ്. Hallelujah. The true change starts from your home. From your home. ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ഇതെടുത്തിട്ട് I just like to summarize the first point. ഈ ഇടയ്ക്ക് ഒളിമ്പിക്സ് ഇങ്ങനെ കഴിഞ്ഞേ ഉള്ളൂ. നിങ്ങളെല്ലാവരും കണ്ടു കാണുക, വിനേഷ് ഫോഗട്ട് എന്ന് പറഞ്ഞ് ഫുൾ മീഡിയ പറഞ്ഞ് ഇന്ത്യക്ക് ഉറപ്പാണ് ഗോൾഡ്. അവൾ തോപ്പിച്ച് ഒരു വേൾഡ് ചാമ്പ്യനാണ് അവൾ തോപ്പിച്ച്. 82 പ്രാവശ്യം 82 പ്രാവശ്യം അവൾ ജയിച്ചിട്ടുണ്ട്. ഈ ഷീസ് ഫ്രം ഐ തിങ്ക് ഫ്രം ജപ്പാൻ. 82 times ഷീസ് അൺബീറ്റൻ. അവളെയാണ് ഈ വിനേഷ് ഫോഗട്ട് തോപ്പിച്ചത്. അവൾ കഴിഞ്ഞപ്പോൾ സെമി ഫൈനലിൽ കയറി. അവളുടെ ഫൈനൽ മാച്ച് മീഡിയ പറഞ്ഞു ഇന്ത്യക്ക് ഗോൾഡ് ഉറപ്പാ. രാവിലെ 10:30 മണിക്ക് ഞാനും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദ ഹോൾ നേഷൻ വാസ് ഷോക്ക്ഡ് വിത്ത് ദിസ് ന്യൂസ്. എന്തായിരുന്നു ആ ന്യൂസ്? ദാറ്റ് ഷീ ഹാസ് ബീൻ ഡിസ്ക്വാളിഫൈഡ്. കാരണം എന്താണ്? 100 ഗ്രാം 100 grams. അവൾക്ക് ഒരു വെയിറ്റ് കാറ്റഗറി ഉണ്ട്, 50 കിലോഗ്രാം 50 kg കാറ്റഗറിയിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. 100 ഗ്രാം കൂടിയുണ്ട്. 100 ഗ്രാം എന്തായിരിക്കും? നമ്മുടെ ചീപ്പ് പോലും 100 ഗ്രാം സംവെയർ അറൗണ്ട് 100 grams. 100 ഗ്രാം അതിൽ അവളെ ഡിസ്ക്വാളിഫൈ ചെയ്തു. നമ്മുടെ ദൈവത്തിൻ്റെ ഹോളിനെസ്സിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മൾ വിചാരിക്കുന്നത് അതേപോലെ അല്ല, സിമ്പിൾ അല്ല. ഒളിമ്പിക് സ്റ്റാൻഡേർഡ് പ്രകാരം 100 ഗ്രാം ഇറ്റ് വാസ് ഡിസ്ക്വാളിഫൈഡ്. അവിടെയാണ് ഹല്ലേലൂയ കർത്താവ് പറയുന്നത്, എൻ്റെ കൃപ നിനക്ക് മതി. എത്ര കടും ചുമപ്പുള്ള പാപമായിക്കോട്ടെ, നീ ദൈവസന്നിധി നീ ഏറ്റു പറയുവാണെങ്കിൽ നിന്നെ പൊതിയുന്ന, നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ദൈവിക കൃപയുണ്ട്, ഒരു ദൈവിക വാത്സല്യമുണ്ട്. യേശുവേ ഇന്ന് ഏതെങ്കിലും രഹസ്യ പാപങ്ങൾ, ഏതെങ്കിലും സീക്രട്ട് റിലേഷൻഷിപ്പ്, ഏതെങ്കിലും അൺഗോഡ്ലി ഫ്രണ്ട്ഷിപ്പ്, ഏതെങ്കിലും തരത്തിലുള്ള കൊടുക്ക വാങ്ങലാട്ടെ, ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം പല ജീവിതം ദൈവം സംസാരിക്കുവാണ്. ഇന്ന് യഥാസ്ഥാനപ്പെടേണ്ട രാവാണ് ഞാൻ ഒരു ദിനമാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ടൈറ്റാനിക് എന്ന വലിയ കപ്പൽ അത് ഇടിക്കുന്ന മുമ്പ് മെസീബ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കപ്പൽ വാർണിംഗ് കൊടുത്തു. ടൈറ്റാനിക്കിന് 7 വാർണിംഗ് കിട്ടി. 7ാമത്തെ വാർണിംഗ് കൊടുത്തത് മെസീബ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കപ്പലാ. ടൈറ്റാനിക്കിനോട് പറഞ്ഞു ഷിഫ്റ്റ് യുവർ ഡയറക്ഷൻ, നീ പോകുന്ന ഒരു ഡേഞ്ചറിലോട്ടാണ്, ഷിഫ്റ്റ് യുവർ ഡയറക്ഷൻ. ടൈറ്റാനിക്കിലെ റേഡിയോ റെസ്പോണ്ടർ പറഞ്ഞു ഷട്ട് അപ്പ് ഷട്ട് അപ്പ് ഷട്ട് അപ്പ്, വി ആർ ബിസി, വി ആർ ബിസി. ഇന്ന് മാനസാന്തരത്തിന്റെ മെസ്സേജ് കേൾക്കാൻ ചർച്ചസിന് റെഡിയല്ല. ഞാൻ പാസ്റ്റങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് കേട്ടപ്പോൾ അതിനെക്കുറിച്ചാണ്. മാനസാന്തരം, സുവിശേഷം, ഇതായിരിക്കണം ദൈവസഭയിൽ പ്രസംഗിക്കേണ്ട മെസ്സേജസ്. ഇന്ന് നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിനക്ക് അനുഗ്രഹമില്ലാന്നേ. നീ മാനസാന്തരപ്പെട്ടാൽ നിനക്ക് അനുഗ്രഹമാണ്. നിന്റെ പല നന്മകൾ മുടങ്ങി കിടക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാം? നീ മാനസാന്തരപ്പെടാത്തോണ്ടാണ്. നീ ഇന്ന് രാവിലെ കാലം നീ ദൈവസ്ഥാനത്ത് മാനസാന്തരപ്പെടുവാണെങ്കിൽ അനേക നാളുകളായി മുടങ്ങി കിടന്നിരിക്കുന്ന ചില നന്മകൾ, നിന്റെ തലമുറയുടെ മേൽ ഹല്ലേലൂയ ദൈവം വെച്ചിരിക്കുന്ന ചില നന്മകൾ ദൈവം അതിനെ റിലീസ് ചെയ്യാൻ പോവാണ്. വിശ്വസിക്കുന്നവരെ കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നീ ഓരോ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? നടക്കുന്നില്ല. കാരണം നീ ചില അഡിക്ഷൻസിലാണ്. So the first thing, it points out where you lack. രണ്ടാമത്തെ തരം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം. പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു.
താഴോട്ട് വെച്ചോ. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്നു. കർത്താവെ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. താങ്ക് യു. അമ്മേ, ഇംഗ്ലീഷ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് മാർത്ത വാസ് ഡിസ്ട്രാക്റ്റഡ് വിത്ത് മെനി തിങ്സ്. ഈ കാലത്ത് സഭകളിൽ നടക്കുന്നതും യൂത്ത്സിൽ എക്സ്പെഷ്യലി നടക്കുന്ന കാര്യമാണ്. We are distracted with many things. നമുക്ക് ഫാസ്റ്റിംഗ് പ്രേയേഴ്സ് ഉണ്ട്, കൺവെൻഷൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ we are distracted. One of the distraction, ചില അങ്കിൾമാരെയൊക്കെ ഇവിടെ ആരാധിക്കുന്ന അവരുടെ ശബ്ദം കേൾക്കത്തില്ല, അടുത്തുണ്ടെന്ന് പോലും അറിയത്തില്ല. പക്ഷെ പുറത്ത് രാഷ്ട്രീയം പറയാൻ അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ടെന്താണ് രാഷ്ട്രീയം പറഞ്ഞു ചർച്ചിൽ വരെ അവർ രാഷ്ട്രീയം പറയാൻ തുടങ്ങി. ഹലോ, ചില ആൾക്കാരാണെങ്കിൽ രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിട്ട് അതിനു വേണ്ടിയുള്ള ഷെയറും ഇത് മാത്രമാണ്. രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആകുമോ അതൊക്കെ ദൈവത്തിൻ്റെ കാര്യമാണ്. ഞാൻ പറയണേ, ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യ ഇപ്പോൾ മിഞ്ഞാന്ന് ജയ്പൂരിൽ ഒരു പാസ്റ്റർ ജസ്റ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയത്. ആ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടുത്തെ ബജ്രംഗ് ദളും RSS ആൾക്കാർ, ഇൻക്ലൂഡിങ് ദ BJP MLA 100 പേരുണ്ടായിരുന്നു. അവരൊന്ന് കേസെടുത്തു ഈ പാസ്റ്ററിന്. ഇന്നലെ ബെയിൽ കിട്ടി ആ പാസ്റ്ററിന്. തിങ്സ് ആർ വെരി ടഫ്. ഞാനും ഇങ്ങനെ പ്രാർത്ഥിക്കാനാണ്, കേരളത്തിലും BJP വരണം. കാരണം ഞങ്ങൾ മാത്രം എന്താ സഹിക്കുന്നത്, നിങ്ങളും കൂടെ കുറച്ച് സഹിക്കും. എന്നാലൊക്കെ ഇവിടത്തെയൊക്കെ ചർച്ചസൊക്കെ ഉണരത്തുള്ളൂ. ഞങ്ങളുടെ ഈ പാസ്റ്റർ ഏത് ചർച്ചാന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഈ പാസ്റ്റർ ഒരു ചെറിയൊരു ചർച്ച അപ്പോഴത്തേക്ക് എല്ലാ ചർച്ചസിലുള്ള പാസ്റ്റേഴ്സ് എല്ലാം ഒരുമിച്ച് ഐക്യത്തോടെ വന്നു. ഞാൻ പറയുന്നത് ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ എല്ലാ ചർച്ചസൊക്കെ ഒരുമിച്ച്, കാരണം കേരളത്തിലെ ചർച്ചസ് ഒന്ന് ഒരുമിച്ചാൽ ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്ന ദൈവം വൻ കാര്യങ്ങൾ നമ്മുടെ ദേശത്തന്നെ ദൈവം ചെയ്യും. ഹല്ലേലൂയ. She was distracted. ഈ കാലത്തെ ഏറ്റവും അധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു യൗവനക്കാരനാട്ടെ 4-5 മണിക്ക് അവൻ്റെ ഒറ്റ കണ്ണ തുറക്കത്തുള്ളൂ. അവൻ പിന്നെ അതിനകത്തുള്ള വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമിലും നോട്ടിഫിക്കേഷൻ നോക്കിയാണ് അവർ എഴുന്നേൽക്കുന്നത്. ഈ സൈക്കോളജിസ്റ്റ് പറയുന്നത് ഒരു ഇന്ത്യക്കാരൻ ആവറേജ് 6 to 7 hours ആണ് ഒരു ഇന്ത്യക്കാരൻ ആവറേജ് സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ. പണ്ടൊക്കെ പാസ്റ്റർമാർ പറയുന്നു ഈ സോഷ്യൽ മീഡിയയെക്കുറിച്ചൊക്കെ നമ്മുടെ യൗവനക്കാരുടെ അടുത്തൊക്കെ ഒരു സെഷനൊക്കെ എടുക്കണം. ഇപ്പം പോസ്റ്റ് കോവിഡ് കഴിഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് പിള്ളേർക്ക് മാത്രമല്ല അങ്കിളും ആൻറ്റിമാർക്ക് എല്ലാം കേൾക്കേണ്ട സംഭവം. കാരണം മിക്ക ആൾക്കാരും ഇതിനകത്താണ്, സോഷ്യൽ മീഡിയയിനകത്താണ്. ഈ സ്നാപ്ചാറ്റും ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പിന്നെ പറയാം. ബട്ട് ദിസ് ഇസ് ദ സ്റ്റാറ്റ്സ്. ക്യാൻ യു ജസ്റ്റ് ഗോ ടു ദ സ്റ്റാറ്റ്സ്? ഇത് അപ്ഡേറ്റഡ് സ്റ്റാറ്റ്സ് ആണ്. April 2024 3,065 million യൂസേഴ്സാണ് ഫേസ്ബുക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പും ഇതെല്ലാം. പലപ്പോഴും പേരൻസ് ഒക്കെ പറയും എൻ്റെ മക്കളൊക്കെ ഭയങ്കര നല്ലതാണ്, അവർ ഫേസ്ബുക്കിൽ ഒരു നല്ല വാക്യങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. നിങ്ങൾ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോകണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ പേഴ്സണലായി പറയാം, നിങ്ങൾ അവരുടെ സ്നാപ്ചാറ്റിൽ പോകണം. I am lovely എന്ന് പറഞ്ഞ് നേരെ കയറണം. അപ്പോൾ അതിനകത്ത് കാണാം നിങ്ങളുടെ മോളും മോനും ആരാണ്. ഇപ്പോൾ ഈ ഒരു ട്രെൻഡിങ്ങിലാണ് ആൾക്കാർ നടക്കുന്നത്. കുറേയും കൂടെ ഇത് എടുത്ത് പറയുകയാണെങ്കിൽ ഈ വന്ന് ADHDയാണ് ചർച്ചിലാണെങ്കിൽ പിള്ളേർ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് എഴുതുന്നത് ദേ ആർ ഔട്ട്. അവരുടെ മനസ്സ് വേറെ കണ്ടൊക്കെ ADHD കാലത്തിലാണ്. ഇവൻ വലിയ ആൾക്കാർക്ക് പോലും 20-30 മിനിറ്റ് എൻ്റെ പ്രസംഗം തന്നെ കേൾക്കാൻ പറ്റത്തില്ല. കാരണം വി ആർ ഇൻ ദിസ് വേൾഡ്. കാരണം നമ്മൾ ഭയങ്കര അധികം സോഷ്യൽ മീഡിയയിൽ വി ആർ ഇൻഫ്ലുവൻസ്. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് റീൽസിൻ്റെ കാലത്താണ്. 1.5 മിനിറ്റിൻ്റെ ആ ഒരു യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്ലീപ്പ് ഡിസോർഡേഴ്സ്, പല ആൾക്കാർക്കും ഉറക്കമില്ല. മീറ്റിംഗ് കാരണമല്ല, സോഷ്യൽ മീഡിയ കാരണം. ഈ വൺ ഓഫ് ദി മെയിൻ തിങ് പല പിള്ളേരെയും ക്യാൻ ബി ജസ്റ്റ് ഗോ ടു ദ നെക്സ്റ്റ് വൺ. ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സാണ്.
ഏത് ഹോട്ടലിൽ കയറണമെന്ന്. ഇപ്പോൾ ചില ഇവിടെ ഈ കേരളത്തിലാണ് എക്സ്പെഷ്യൽ കുറേ ഫുഡ് വ്ളോഗേഴ്സ് ഉണ്ട്. അവർ വന്ന് ഭയങ്കര ജ്യൂസിയാണ്, കൺസിസ്റ്റൻസിയാണ്, ടെക്സ്ചർ ഭയങ്കരമാണ്. ഇതൊക്കെ കേട്ടാൽ നമ്മൾ ഓരോ കടയിലും നമ്മൾ കയറുന്നത്. ഇവരാണ് തീരുമാനിക്കുന്നത് ഏത് കടയിലാണ് നമ്മൾ കയറണ്ടേ. പിന്നെ പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിമാരും അങ്കിൾ ആൻറ്റിമാരും അവർക്ക് കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ അവർ ഈ യൂട്യൂബ് തുറന്നിട്ട് നേരെ ഇതാ കാണിക്കുന്നത്. ഈ റൈൻ ടോയ്സും വ്ലാഡ് ആൻഡ് നിക്കി ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ തലമുറ കാണുവാണെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഗോഡ്ലി വാല്യൂസ് അല്ല ഇവർ കൈമാറുന്നത്. അവർ മാതാപിതാക്കളെ അവർ ബഹുമാനിക്കുകയല്ല അവർ ചെയ്യുന്നത്. അവർ മാതാപിതാക്കളെ കാണുന്ന കുറച്ചും കൂടെ കൂട്ടുകാരായിട്ടാണ്. അടിച്ച് അത് നമ്മൾ എന്ത് പറയുകയാണെങ്കിൽ അവർ സീരിയസ് ആയിട്ട് എടുക്കുന്ന അതല്ല അവർ പഠിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പഠിപ്പിക്കുന്നത്. ഞാൻ പറയട്ടെ, എക്സ്പെഷ്യലി പേരൻസിൻ്റെ അടുത്ത് നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ മക്കൾക്ക് റീൽസ് കാണാൻ കൊടുക്കല്ലേ. നിങ്ങൾ റീൽസ് കാണുകയാണെങ്കിൽ ആദ്യം അത് നിർത്തും. നമ്മൾ പല ആൾക്കാർ റീൽസ് ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. റീൽസ് ഈ റീൽസ് ചില ആൾക്കാരാണെങ്കിൽ റീൽസ് വരെ ചെയ്യും. അതും സിനിമ ഡയലോഗിലൊക്കെ. സിനിമ പണ്ട് കാണത്തില്ല, പക്ഷെ ഇപ്പം നമ്മൾ സിനിമയിലെ ഡയലോഗ് വെച്ച് റീൽസ് നമ്മൾ ചെയ്യും. വി ഹാവ് ബീൻ ഡിസ്ട്രാക്റ്റഡ്. ഈ കാലത്ത് ഗെയിമിംഗ് വേൾഡിലോ ഒരു ഭയങ്കര ഇതാണ്. ഈയിടയ്ക്ക് ഞാൻ ഫ്ലൈറ്റ് യാത്ര ചെയ്തപ്പോൾ 85 വയസ്സുള്ള ഒരു അമ്മച്ചി പെട്ടെന്നായി ഒരു ഐപാഡൊക്കെ ഇതിനെക്കാട്ടും വലിയൊരു ഐപാഡാണ് ഇതൊക്കെ എടുത്ത് ഞാനൊത്ത് ഇനി അമ്മച്ചി വല്ല എഴുതാൻ പോവാണോ, പാട്ട് വല്ല എഴുതാനാണോ, വല്ല തോട്ട് വല്ല എഴുതാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മച്ചി ഇരുന്ന് ക്യാൻഡി ക്രഷ് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഗെയിംസിന് പ്രായമില്ല, ഗെയിംസ് കളിച്ചു. പക്ഷേ വാട്ട് കൈൻഡ് ഓഫ് ഗെയിംസ്? നമ്മുടെ തലമുറ വളരെയധികം അഗ്രസീവായിട്ടുള്ള ഗെയിംസാണ് കളിക്കുന്നത്. ഈയിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ ബാൻഡായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ പലപ്പോഴും യാത്രയിലാണ് ഉറങ്ങാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് എൻ്റെ ഒരു മ്യൂസിഷ്യൻ അവനിങ്ങനെ ഉറക്കെ പറയാം, റൈറ്റ് ചെന്ന് ഗോ ടു ദ റൈറ്റ് കൊല്ലു. ഞാൻ ചാടി, ആരെ കൊല്ലണം, ആരെ കൊല്ലുന്നത്? അഗ്രസീവ് ഗെയിംസ്. നമ്മൾ അഗ്രസീവ് ആയിട്ടുള്ള ഗെയിംസ് കളിക്കുവാണെങ്കിൽ വി ബിക്കം എൻ അഗ്രസീവ് പേഴ്സൺ. യു ഷുഡ് ബി വെരി കെയർഫുൾ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ OTT പ്ലാറ്റ്ഫോമിലാണ്. നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു സീരീസ് പറയുന്നത് 10-11 എപ്പിസോഡാണ്. ആ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ 45 മിനിറ്റോ 1 മണിക്കൂറോളമാണ് എപ്പിസോഡ്. പിള്ളേർക്ക് രാത്രി 8 മണി മുതൽ രാവിലെ 6 മണി വരെ എത്ര സീരീസ് വരെ നിങ്ങൾ കാണാം. അവർക്ക് പക്ഷേ ഇവിടുത്തെ ഒരു പ്രാർത്ഥനയ്ക്ക് 2 മണിക്കൂർ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഇതാ. വി ആർ ലിവിങ് ഇൻ എ വേൾഡ് ലൈക്ക് ദാറ്റ്. ഇതെന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ഇറ്റ് പ്രൊമോട്ട്സ് ദ റോങ് കൈൻഡ് ഓഫ് തിങ്സ്. വി ഹാവ് ബീൻ ഡിസ്ട്രാക്റ്റഡ്. നമ്മളെ ഞാൻ ഈയിടയ്ക്ക് ഇതിനെക്കുറിച്ചൊന്ന് പറയും. കേരളത്തിൽ ഏറ്റവും അധികം വൈബ്രൻ്റ് ആയിട്ട് ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇലുമിനാട്ടി. ഇലുമിനാട്ടി എന്താണ്? ഇറ്റ്സ് എ സീക്രട്ട് സൊസൈറ്റിയാണ്, ഒരു സൈറ്റാനിക് സൊസൈറ്റിയാണ്. 17th സെഞ്ച്വറി സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ്. പക്ഷേ ഇതിപ്പോൾ ഭയങ്കര കോമൺ ആണ്. ഇതെന്താണ്? ആൻറ്റി ക്രൈസ്റ്റ് മൂവ്മെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. ഇതിന് സിമ്പിൾ ഇതാണ്. ഈ ട്രയാങ്കിൾ വിത്ത് എൻ ഓൾ സീയിങ് ഐ. ഇതിന് എവിടെ നിന്ന് എടുത്തെന്നറിയോ? $1 നോട്ടിൽ നിന്ന് എടുത്തത്. പുറകിൽ $1 നോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് കാണാം. ദി ഓൾ സീയിങ് ഐ. ഇതിൻ്റെ സിമ്പിൾ ഇതാണ്, ദ ട്രയാങ്കിൾ ആൻഡ് ദി ഓൾ സീയിങ് ഐ. നമ്മൾ ഓർക്കും ഇത് പാശ്ചാത്യ രാജ്യങ്ങൾ മാത്രമാണ്, വെസ്റ്റിൽ മാത്രമാണ് നടക്കുന്നത്. പക്ഷേ ദിസ് ഇസ് വെരി കോമൺ ഇൻ കേരള. കേരളത്തിൽ ഏറ്റവും വലിയ TRP ഉള്ള ചാനലാണ് ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ്. ഈയിടയ്ക്ക് ഞാനൊരു വീട്ടിൽ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ അവിടുത്തെ ഫാദറിൻ്റെ അടുത്ത് പറയണേ, പപ്പയ്ക്ക് അറിയാമോ ഇന്ന് ആരാ എലിമിനേറ്റ് ആയേ? ഞാൻ പേടിച്ചു, ആരാ? അപ്പം ബിഗ് ബോസിൻ്റെ കഥ പറയാണ്. പണ്ടൊക്കെ 5 വാക്യം പറഞ്ഞില്ലെങ്കിൽ ഫുഡ് കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ഡിസ്കഷൻ മറ്റുള്ള ലോക കാര്യങ്ങളാണ്. വി ഹാവ് ബീൻ ഡിസ്ട്രാക്റ്റഡ്. ഈ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ മാർത്ത ഓടി വന്ന് പറയുന്നുണ്ട്, ഗുരു നീ ഉണ്ടായിരുന്നെങ്കിൽ. ഇത് മാർത്ത പറയുന്നത് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അവൾ ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. ഞാൻ പറയട്ടെ, പ്രതികൂല സമയത്ത് വരുമ്പോൾ അവിടാണ് വെളിപ്പെടേണ്ടത് എത്രമാത്രമാണ് നമ്മൾ ദൈവമായിട്ട് കണക്റ്റഡ്.
ഇന്ന് നീ ദൈവമായിട്ട് ഒരു നല്ല ബന്ധമില്ലെങ്കിൽ, ദൈവമായിട്ട് ഒരു ഡിസ്ട്രാക്റ്റഡ് റിലേഷൻഷിപ്പിലാണെങ്കിൽ, ഒരു ചെറിയ പനി വരുമ്പോൾ നീ അതിൽ പതറിപ്പോവും. ഹലോ, മാർത്ത വന്ന് പറയുന്നത്, ഗുരു നീ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അത് കുഴപ്പമില്ല, മാർത്ത പറയുന്നത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. പക്ഷേ അതിന് 32-33 വാക്യം ഒന്ന് വായിച്ചാട്ടെ. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. മാർത്ത പറയുന്നത് അണ്ടർസ്റ്റാൻഡബിൾ. പക്ഷെ മറിയം എന്ന് പറയണം, മറിയം എന്ന് പറയുന്നത്, ഗുരു നീ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. 35 വാക്യത്തിലാണ് ഇങ്ങനെയാണ്, യേശു കണ്ണുനീർ വാർത്തു. ഹല്ലേലൂയ. മാർത്ത പറയുന്നത് യേശുവിന് മനസ്സിലാക്കാം, ബട്ട് ബിക്കോസ് ഷി വാസ് ഡിസ്ട്രാക്റ്റഡ്. പക്ഷെ മറിയ, എല്ലാ ഫാസ്റ്റിംഗ് പ്രയറിന് വന്ന മറിയ, എല്ലാ ആരാധനയ്ക്ക് വന്ന മറിയ, എല്ലാ പവർ കോൺഫറൻസ് വന്ന മറിയ, അവൾ വന്ന് പറയാ, ഗുരു നീ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ല. എൻ്റെ ക്വസ്റ്റ്യൻ മറിയയുടെ അടുത്താണ്, നീ കർത്താവ് അറിയേണ്ട രീതി നീ അറിഞ്ഞിട്ടുണ്ടോ? എല്ലാ ആരാധനയ്ക്ക് വന്നുകൊണ്ട് കാര്യമില്ല. ഹല്ലേലൂയ. ഇന്ന് നീ കർത്താവിനെ അറിയേണ്ട രീതി നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, എത്ര വലിയ പ്രതികൂലമാകട്ടെ, എത്ര വലിയ കടഭാരമാകട്ടെ, എത്ര വലിയ രോഗമാകട്ടെ, ദൈവം നിന്റെ അടിസ്ഥാനമെങ്കിൽ, ദൈവം നിന്റെ സെന്റർ പൊസിഷൻ ആണെങ്കിൽ ഒന്നും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഒരു കാര്യം ഞാൻ ഇതിനകത്ത് പറയാൻ, 4 ദിവസമായി ഒരു ആശയമില്ല. എക്സ്പെക്ടേഷനും ഹോപ്പും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. എക്സ്പെക്ടേഷൻ്റെ മലയാളം എന്ന് പറയുന്നത് പ്രതീക്ഷയും ആശയം തമ്മിൽ ഒരു ഭയങ്കര ഡിഫറൻസ് ആണ്. നമുക്ക് പ്രതീക്ഷിക്കാം അവൻ മാർക്ക് മേടിക്കുമെന്ന് പ്രതീക്ഷിക്കാം, അവൻ ഡോക്ടർ ആകുമെന്ന് പ്രതീക്ഷിക്കാം, ഈ രോഗം മാറുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ചിലപ്പോൾ ഈ ഡോക്ടേഴ്സൊക്കെ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നോ ഇവിടെ നിന്നൊക്കെ പറയുന്നത് അവർ പറയുന്നത് പ്രതീക്ഷ ഇല്ല എന്നല്ല പറയുന്നത്, ദർ ഇസ് നോ ഹോപ്പ്. ആശയ്ക്ക് വകയില്ല. ദർ ഇസ് നോ ഹോപ്പ്. അതായത് ഇനി എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ അത് ഹല്ലേലൂയ ഒരു ദൈവിക സ്പർശനമല്ലാതെ, ദൈവിക പ്രവർത്തനമല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. ഇന്ന് ഞാൻ ദൈവാത്മാവ് ഞാൻ പറയുവാണ്, നിർജീവമായിട്ട് ഇരിക്കുന്ന ഏതെങ്കിലും മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് ഹല്ലേലൂയ നീ കർത്താവിൽ നീ ആശ്രയിക്കുവാണെങ്കിൽ, കർത്താവ് നിന്റെ അടിസ്ഥാനമാണെങ്കിൽ, 4 ദിവസമായിക്കോട്ടെ, എത്ര ദിവസമായിക്കോട്ടെ, വർഷങ്ങളായിക്കോട്ടെ, അവന്റെ വാക്കിൽ അധികാരമുണ്ട്. അവന്റെ വാക്കിൽ അധികാരമുണ്ട്. അവന്റെ സ്പർശനത്തിൽ there is breakthrough in his word. There is breakthrough in his touch. There is healing in his touch. Satura riyaraba shabdo riyaraba rabanama kiradugara. എൻ്റെ സമയം കഴിഞ്ഞിരിക്കുവാണ്. ഞാൻ 3ാമത്തേത് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറയാം. പക്ഷേ ഹല്ലേലൂയ ഇതിനനുബന്ധിച്ച് ആശ നഷ്ടപ്പെടുമ്പോൾ ഹല്ലേലൂയ ഇതിനനുബന്ധിച്ച് ദൈവാത്മാ നിങ്ങൾ എങ്ങനെ ഹേമിക്കുന്നു ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആശ നഷ്ടപ്പെടുമ്പോൾ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. 1, റിലൈ ഓൺ ഗോഡ്സ് പ്രസൻസ്. ദൈവ സാന്നിധ്യത്തിൽ ആശ്രയിക്കുക. ഇന്ന് ആരടുത്തോ ദൈവാത്മാ സംസാരിക്കുവാണ്. ഹല്ലേലൂയ. ലാസർ മാത്രമായിരുന്നു അവർ ഏക ആശ്രയം. ലാസർ പോയപ്പോൾ അവരുടെ കണക്കൂട്ടലെല്ലാം പോയി. ഇന്ന് കണക്കൂട്ടലുകളെല്ലാം തെറ്റി ഹല്ലേലൂയ ഒരു ഡെഡ് എൻഡ് വിരിക്കുന്ന ചില കുടുംബങ്ങളുടെ ദൈവാത്മാവിൽ പറയുവാണ്, ആശ നഷ്ടപ്പെട്ട് നീ ഇവിടെ ആയിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത്, നീ ദൈവ സാന്നിധ്യത്തെ ആശ്രയിക്കുക. റെസ്പോണ്ട് ചെയ്താട്ടെ. Sadara dira 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 baraba sikar. ലോണിന്റെ മേൽ ലോണില് നീ കിടക്കുമായിരിക്കാം. പക്ഷെ ഇന്ന് ദൈവാത്മാവ് എനിക്ക് പറയാൻ ഒറ്റ ഇതുള്ളൂ, ലോൺ അടയ്ക്കുമെന്നല്ല ദൈവം പറയുന്നത്, നീ ദൈവസാന്നിധ്യത്തിൽ നീ ആശ്രയിക്കുക.
Rely on God's presence. C.S. Lewis എന്ന വലിയ ചിന്താധികൻ ഇങ്ങനെയാണ് പറയുന്നത്, God speaks in our conscience but shouts in our pain. It's his megaphone to rouse a deaf world. ദൈവം നമ്മൾ വേദനയുടെ അവസ്ഥയിൽ പോകുമ്പോൾ ദൈവം സംസാരിക്കുമല്ല, ദൈവം എന്തൊക്കെയോ അലറുവാണ്. ഹല്ലേലൂയ. ഇന്ന് നീ ദൈവസന്നിധിയിൽ നിന്ന് മുട്ടുമടക്കുവാണെങ്കിൽ, ഓ ഹുരിഖറബ ശബ്ദരിഖറബ, അവിടെ നീ ദൈവത്തിന്റെ ഇമ്പമേറെ ശബ്ദം നീ കേൾക്കും. Rikaraba shatura riara ruko riaraba sato riaraba shamte riaraba. ഡോക്ടർ ബ്ലസൻ മേമന എനിക്ക് ഞാൻ വളരെ ബഹുമാനിക്കും സ്നേഹിക്കുന്നത് ദേവദാസൻ. അദ്ദേഹത്തിൻ്റെ ആദ്യം ഇറങ്ങിയ പാട്ടിൽ ഒരു വരികൾ ഇങ്ങനെയാണ്. അദ്ദേഹം ഏറ്റവും അധികം ടഫ് സിറ്റുവേഷനിൽ പോയപ്പോൾ അദ്ദേഹം എഴുതിയ വരികളുടെ ചരണങ്ങൾ ഇങ്ങനെയാണ്: എല്ലാ തോൽവികൾക്കും നാഥ നന്ദി, നിന്റെ സാന്നിധ്യം അറിയാൻ അത് നിമിത്തമാക്കി. ഇന്ന് നീ തോൽവിയുടെ അവസ്ഥയിലാണെങ്കിൽ, ഇന്ന് നീ പരാജയത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, നീ ദൈവത്തോട് നന്ദി പറയാമോ? ഓ റിഖറബറബ ശംദേ റഖന ദൂറ റഖാ ദാനിയേലിന് വേണ്ടി ഇറങ്ങി വന്ന ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ എന്റെ ദൈവം ശക്തനാണ്. ടെർമിനേഷൻ ലെറ്റർ മുമ്പിൽ വന്ന് കിടക്കുന്ന ദാനിയേൽ, അവിടെ എഴുതിയിരിക്കുന്ന ദാനിയേൽ പതിവ് പോലെ അവൻ പ്രാർത്ഥിച്ചു. നീ പതിവ് പോലെ rely on God's provision. First thing, rely on God's presence. രണ്ടാമത്തേത്, rely on God's provision. ദൈവത്തിന്റെ കരുതലിൽ ആശ്രയിക്കുക. മനുഷ്യനെ ആശ്രയിക്കാൻ നല്ലത്, നീ ഏതെങ്കിലും വ്യക്തികളെ നോക്കി അവർ വല്ലതും ചെയ്യുമെന്ന് പറഞ്ഞ് നീ ഇരിക്കുവാണെങ്കിൽ ഇന്ന് അത് മാറ്റി നീ ദൈവത്തെ ആശ്രയിക്കാൻ നോക്ക്. ഇന്ന് ആരടുത്തോ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. നീ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് 2 weeks നടന്ന ഒരു സിമ്പിൾ ഒരു കാര്യം, ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട് ഞങ്ങൾക്ക്. ഞാൻ പറയട്ടെ, ഈ സ്പാർക്ക് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ദൈവം തന്നൊരു വിഷനാണ് 20 പട്ടണങ്ങൾ, ഇന്ത്യയിൽ 20 പട്ടണങ്ങൾ തുടങ്ങാൻ വേണ്ടി. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ വി ആർ ദെയർ ഇൻ 21 cities ഓഫ് ഇന്ത്യ. ദൈവത്തിൻ്റെ കൃപയാൽ ആൻഡ് ദ വേ ഹൗ ഗോഡ് ലീഡ്സ് ഇസ്, എനിക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ്. ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്കൊരു കോൺസേർട്ട്, അതായത് ഒരു ക്രൂസൈഡ് പോലെ ഞങ്ങൾ ജയ്പൂരിൽ ചെയ്തു. ജയ്പൂരിൽ നിങ്ങൾക്കറിയാം, ഒരു ക്രിസ്ത്യൻ ഈവൻറ്റ് ചെയ്യാൻ വളരെ പാടാണ്. കാരണം അവിടുത്തെ പൊളിറ്റിക്കൽ ഇത് കാരണം ഏകദേശം 1000+ ആൾക്കാരുണ്ടായിരുന്നു. ആ ഈവൻറ്റിൻ്റെ തലേ ആഴ്ച എനിക്ക് ഏകദേശം 83,000 രൂപ എനിക്ക് വേണം. 83,000. നിങ്ങൾ ആ നമ്പർ ഓർക്കുക, 83,000 rupees എക്സാക്റ്റ് എനിക്ക് വേണം. ഞാൻ അന്ന് ചർച്ച പ്രസംഗിച്ച വിഷയം ഇതാണ്, ഫെയ്ത്ത് ആൻഡ് അനോയിൻറ്റിങ്. ഹല്ലേലൂയ, വിശ്വാസവും അഭിഷേകവും. ഞാൻ ലാസ്റ്റ് ഞാനിങ്ങനെ ദൈവാത്മാവ് ഞാൻ പ്രവചിച്ചു, എനിക്ക് ഈ 83,000 രൂപ വേണം. എനിക്കും അറിയാം, ദൈവത്തിനും അറിയാം. ഞാൻ പ്രവചിക്കുക, അടുത്ത മീറ്റിങ്ങിന് മുമ്പ്, അതായത് അടുത്ത ഞായറാഴ്ച, അതായത് 8-ാം തീയതിക്ക് മുമ്പ് എനിക്കിത് കിട്ടുമെന്ന് ഞാൻ പ്രവചിക്കുമെന്ന് പറഞ്ഞു. ഞാനത് പ്രവചനം കഴിഞ്ഞിട്ട് ഞാൻ വണ്ടിക്കകത്ത് കയറി ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു, ഇതെങ്ങനെ സംഭവിക്കും, 8 പേര് 10 പേര് ചിലപ്പം എങ്ങനെയായിരിക്കും. ഞാൻ പറയട്ടെ, 24 മണിക്കൂറിനുള്ളിൽ ഒരു അങ്കിൾ കറക്റ്റ് 83,000 rupees അങ്കിൾ ട്രാൻസ്ഫർ ചെയ്തു. നിന്റെ നൊമ്പരം അറിയുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. നീ ആൾക്കാരുടെ അടുത്ത് നിന്റെ കാര്യങ്ങളോ നിന്റെ കടഭാരൊന്നും ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ട. നീ ദൈവസന്നിധി നീ ഷെയർ ചെയ്യുമ്പോൾ, ഓ റിഖറബ ശംതോറബ, ഇന്ന് ദൈവാത്മാവിൻ്റെ ആഹ്വാനത്തോടെ ചെയ്യുവാണ്. ചില കടഭാരങ്ങൾ, ഓ റിഖറബ ശലകറബ സിഖറബ, നാളുകളായി വെച്ചിരിക്കുന്ന ചില ക്രെഡിറ്റ്, ചില കടഭാരങ്ങൾ നീ പലപ്പോഴും പുറത്തു പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലാണ്. ഇന്ന് ദൈവം ചില വഴികളും വാതിലുകളും ദൈവം അതിനോട് തുറക്കുവാണ്. And the last thing,
റിലൈ ഓൺ ഗോഡ്സ് പവർ. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. ആമേൻ, ഹല്ലേലൂയ. ഉണങ്ങിക്കിടന്നിരുന്ന ആ സ്ത്രീകളടുത്ത് ദൈവം പറഞ്ഞു, നീ പ്രവചിക്കുക. അവിടെ ദൈവം നോക്കുന്നത് നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ തിങ്കിങ് അല്ല. ദൈവം എന്ത് പറയുന്നു അത് കൽപ്പിക്കാൻ നമ്മൾ തയ്യാറാണോ? ഓ റിഖറബ ശംതോ റിയറബ സിഖേ, അവിടെ പ്രവർത്തിക്കുന്ന ദൈവിക ശക്തിയുണ്ട്. ഓ റിഖനബ ശബ്ദോ റബറബ സിഖറബ. ഒരു വൃക്ഷമായാൽ അതിനൊരു ആശയുണ്ട്. അത് 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 ഈവൻ ഇഫ് ഇറ്റ് ഇസ് കട്ട്, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, യെറ്റ് അറ്റ് ദ സെന്റ് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ സുഗന്ധം അതിനടിക്കുമ്പോൾ ഇറ്റ് വിൽ കം ബാക്ക് ടു ലൈഫ്. ഇന്ന് ചേതനമേറ്റ് ഹല്ലേലൂയ ഡ്രൈനെസ് അനുഭവിക്കുന്ന ഏതെങ്കിലും മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിൽ നീ ചിലത് പ്രവചിച്ചാട്ടെ. അഭിഷേകത്താൽ നീ പ്രവചിച്ചാട്ടെ. അത് രോഗമായിരിക്കാം, ഏതെങ്കിലും വിഷയമായിട്ടും ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അല്പസമയം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഓ റിഖര അന്യഭാഷകൾ ദൈവത്തെ ആരാധിച്ചാട്ടെ. റിഖര ദിഗ റിഗ 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 സംതേ റിഖലബ ശംതേ റിയാദി. നീ യഥാസ്ഥാനപ്പെടുന്ന ഒരു ദിനമായി മാറട്ടെ. ദൈവമായിട്ട് നിനക്കൊരു വ്യക്തിപരമായ കണക്ഷൻ ഇല്ലെങ്കിൽ, നീ ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിൽ, നീ മടങ്ങി വാ, മടങ്ങി വാ. ആദ്യ സ്നേഹത്തോട് മടങ്ങി വാ. നിന്നെ പിന്നോട്ട് വലിക്കുന്ന ചില റിലേഷൻഷിപ്പ് ആട്ടെ, നിന്നെ പിന്നോട്ട് വലിക്കുന്ന ചില കൂട്ടുകെട്ടാട്ടെ. ഓ സിഖറബ റഗന ദൂര വൈഡ റബ ഓ റിഗറബ ശതേ റിയറബ ധിഖറ ബൗഡിയ റബ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. എനിക്ക് എത്രത്തോളം അവസരം ഒരുക്കി തന്ന പ്രിയ ദേവദാസനോട് നന്ദി ഞാൻ അറിയിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ആമേ, ദൈവം നിങ്ങളോട് സംസാരിച്ചത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ആമേ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ പേര് സുജിത് എം സുനിൽ. നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്, വളരെ നല്ല ചാൻസ് ഉണ്ട്. സോ എൻ്റെ പേര് ഞാൻ ചെറുതായിട്ട് പറയാറാണെങ്കിൽ SMS. ആമേ, ഈ SMS വേണ്ടി പ്രാർത്ഥിക്കുക. അന്ത്യത്തോളം വരെ കർത്താവിന് വേണ്ടി വിശ്വസ്തനായിട്ട് നിൽക്കാൻ, അനേകരെടുത്ത് സാക്ഷിയായി നിൽക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്പാർക്കിൻ്റെ ചില മെർച്ചൻഡൈസസ് ഉണ്ട്, ചില ടീഷർട്ട്സ് ആൻഡ് ക്യാപ്സ്. അത് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എൻ്റെ സൈസ് മുതൽ, അതായത് 4XL 5XL മുതൽ താഴോട്ട് എല്ലാ സൈസസും ഉണ്ട്. സോ നിങ്ങൾക്ക് അത് മേടിക്കാം. എൻ്റെ എക്സ്പെഷ്യലി അത് നോർത്ത് ഇന്ത്യൻ മിഷൻസിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ.